നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. കുറേ കാലമായി ആരും പറയാതെ എന്താ പറയുക, പലരും മറന്നു തുടങ്ങിയ സിനിമാ രംഗത്തെ ഒരു വലിയ വിഷയമാണല്ലോ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു 5 വർഷമായി. ഈ 5 വർഷത്തിനിടയിൽ ഒരുപാട് പേര് അവരവർക്ക് തോന്നുന്ന രീതിയിൽ പലതും പറഞ്ഞു. പക്ഷേ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. കാരണം അത് ഹേമ കമ്മീഷനല്ല, ഹേമ കമ്മിറ്റിയാണ്. ഒരു കമ്മിറ്റിയെ വെച്ച്, 3 അംഗ കമ്മിറ്റി വെച്ച്, അത് 3 സ്ത്രീകളെ വെച്ച് മലയാള സിനിമയിൽ നടമാടുന്ന എന്തൊക്കെയാണ് മോശത്തരങ്ങൾ, പരിഹാരം എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരു തെളിവെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കമ്മിറ്റി റിപ്പോർട്ടായതുകൊണ്ട് തന്നെ, അത് കമ്മീഷൻ റിപ്പോർട്ട് അല്ലാത്തതുകൊണ്ട് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ട കാര്യമില്ല. അത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി അനുസരിച്ച് അതിൽ തീരുമാനമെടുക്കാമെന്നാണ് അന്നത്തെ നിയമവകുപ്പ് സാംസ്കാരിക വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി എ കെ ബാലൻ പറഞ്ഞത്. പക്ഷേ ഓരോ ഇഷ്യൂ ഉണ്ടാക്കലാണല്ലോ നമുക്ക് മലയാളിക്ക് ഒരു പ്രത്യേക ഹോബി. അങ്ങനെ സിനിമയിൽ ഒരു ബന്ധമില്ലാത്തവരും ബന്ധമുള്ളവരും ഒക്കെ 5 പേരായിട്ടോ കൊണ്ടുവന്ന് വിവരാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തു. ഞങ്ങൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടുന്നില്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് പരാതി കൊടുത്തത്. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ തലവന് വേണമെങ്കിൽ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു. അത് സർക്കാരിന് ആ കമ്മിറ്റി റിപ്പോർട്ട് അവർക്ക് പഠിക്കാനും അവർക്ക് അതിൻ്റെ അനന്തര നടപടികൾ സ്വീകരിക്കാനുമായിട്ടാണ് കമ്മിറ്റി വച്ചത്. അത് പുറത്തു വിടണമെന്നില്ല എന്ന് വേണമെങ്കിൽ കമ്മീഷന് പറയാം. പക്ഷേ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത്, ഡോക്ടർ എ അബ്ദുൽ ഹക്കീം പറഞ്ഞത്, റിപ്പോർട്ട് പുറത്തു വിടണം. അത് വിടുമ്പോൾ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്നതാകരുത്. ഉത്തരവ് പൂർണ്ണമായി നടപ്പിലാക്കിയോ എന്ന് ഗവൺമെൻറ് സെക്രട്ടറി ഉറപ്പാക്കണം. ഇത്രയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മൊഴികളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർത്താനേ സഹായിക്കൂ. റിപ്പോർട്ട് പുറത്തുവിടണം, പക്ഷേ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലോ വ്യക്തികളുടെ സ്വകാര്യതയിലോ കടന്നു കയറാതെ അത് മാനിക്കുന്ന തരത്തിലായിരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പലരും വീരശൂര പരാക്രമികളായ സദാചാരത്തിൻ്റെ അപ്പോസ്തലകളും സ്ഥലികളും ഒക്കെ മറുപടികൾ പറയുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് മുഴുവൻ അതാണിപ്പോൾ. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അവരുടേതായ കാഴ്ചപ്പാടിൽ പലതും പറയുന്നുണ്ട്. സജി ചെറിയാനെ ചീത്ത പറയാൻ കിട്ടിയൊരവസരം എന്നുള്ള രീതിയിൽ അവാർഡിൻ്റെ കെറിവുള്ള ഒരുത്തൻ സജി ചെറിയാനില്ല എന്താ റോൾ. എ കെ ബാലൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് കമ്മീഷനെ വച്ചതും കമ്മീഷൻ ആ റിപ്പോർട്ട് നൽകുന്നതും. അത് കഴിഞ്ഞ പിണറായി സർക്കാർ അത് വാങ്ങിയ ശേഷം ഷാജിയൻ കരുണിൻ്റെ നേതൃത്വത്തിൽ വേറൊരു കമ്മീഷനെ ഏൽപ്പിച്ചു. നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതും കൂടി പഠിക്കൂ എന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിച്ചു. പക്ഷെ അതുപോരാ. ആ വിവരാവകാശ ഈ പറയുന്ന ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ മൊഴി കൊടുത്തിരിക്കുന്ന എന്തൊക്കെ എന്ന് പുറത്ത് വിടുമ്പോൾ ഇപ്പം ഞാനാണ് മൊഴി കൊടുത്തിരിക്കുന്നതെങ്കിൽ എൻ്റെ പേര് പറയരുത്. ഞാൻ ആരെപ്പറ്റിയൊക്കെ നുണ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പുറത്ത് വിടണമെന്നാണ് പറയുന്നത്. അതെന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരാളൊരു പരാതി പറഞ്ഞാൽ, ദിനേശ് പരാതി തന്നു ചെല്ലപ്പൻ്റെ പേരിൽ, അല്ലെങ്കിൽ ചെല്ലപ്പൻ ദിനേശിൻ്റെ പേരിൽ പരാതി തന്നു പറയണ്ടേ? അത് പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. അതിലാരെങ്കിലും മോഹൻലാലിനെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോഹൻലാലിനെ പറ്റി പോക്കറിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിടരുത്. മമ്മൂട്ടിയെ പറ്റിയാണെങ്കിൽ അത് വിടരുത്. ദിലീപിനെ പറ്റിയാണെങ്കിൽ അത് വിടരുത്. പക്ഷേ ദിലീപിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് പുറത്തു വിടണം. അതാണ് ഇവരിപ്പോൾ പറയുന്ന വാദഗതി. എന്തായാലും 2017 ഒരിക്കലും നമ്മുടെ സിനിമയിൽ സംഭവിക്കാൻ പാടില്ലാത്ത നടിക്കെതിരെ നടന്ന ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ടാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചർച്ചയായി എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ രതി നിർവേദം എന്ന് പറഞ്ഞ പടം, ഒരു തേയിലക്കാട്ടിൻ്റെ എവിടെയോ പാട്ടെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ട്രാൻസ്പെറൻ്റായ ഒരു റോസ്, ഇന്നത്തെ കാലത്ത് ചുരിദാറൊന്നും അല്ല, നൈറ്റി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ഗൗൺ പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് ജയഭാരതി ക്യാമറയുടെ മുന്നിൽ നിന്നു. മരിച്ചുപോയ രാമചന്ദ്ര ബാബു ലൈറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം പറഞ്ഞു, ഈ ഡ്രസ്സ് മാത്രം ഇട്ട് ഭാരതി നിൽക്കരുത്, അകത്തെന്തെങ്കിലും കൂടെ വേണം. അത്രയും ട്രാൻസ്പെറൻ്റാണ് ലൈറ്റപ്പ് ചെയ്തപ്പോൾ. അവരൊന്നും പഠിക്കാതെ
അവരുടെ ഹെഡ് ഡ്രസ്സറോ അവരുടെ ആയോ ആരോ രണ്ടുപേര് അപ്പുറം അപ്പുറം നിന്നൊരു മുണ്ട് പിടിച്ചു കൊടുത്തു. ആ മുണ്ടിൻ്റെ മറവിൽ നിന്ന് അവർ ഡ്രസ്സ് മാറി. അങ്ങനെയുള്ള നാടാണ് മലയാള സിനിമ. അങ്ങനെ ത്യാഗങ്ങൾ സഹിച്ചും കഷ്ടപ്പെട്ടുമൊക്കെ വളർത്തിയെടുത്തതാണ് മലയാള സിനിമ. ഇപ്പോൾ പറയുന്നത് കേട്ടാൽ മൂത്രമൊഴിക്കാൻ പോലും മര്യാദയ്ക്ക് മൂത്രമൊഴിക്കാൻ അവസരങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെയാണ് പരാതി പറയുന്നത്. ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഒരിക്കലും അത് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ കാരവാൻ സംസ്കാരം വന്നപ്പോൾ ഈ പോസ്റ്ററിൽ അയ്യോ ഈ പൊട്ടൻ ഈ പടത്തിലുണ്ടോ എന്ന് പോലും ആളുകൾ ചോദിക്കാത്തവൻ വരെ സ്വന്തമായി കാരവാനും കൊണ്ടാണ് ലൊക്കേഷനിൽ വരുന്നത്. ഇപ്പോൾ ഒരു കർഷക തൊഴിലാളിയുടെ കഥ എടുക്കണമെങ്കിൽ വയലിൻ്റെ സൈഡിലൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 25 കാരവാൻ ഇടാനുള്ള സ്ഥലമുള്ളിടത്തല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റ് ഇടേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് മലയാള സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണം എന്നുള്ള വലിയ പ്രസ്താവനകളും വാചോടികളും വരുന്നത്. അതിന് എന്താ പറയുക, നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അതിൽ എഡിറ്റ് ചെയ്യേണ്ട എന്തൊക്കെയുണ്ടോ അത് എഡിറ്റ് ചെയ്ത ശേഷം, വ്യക്തിഹത്യ നടത്തുന്ന എല്ലാം എഡിറ്റ് ചെയ്ത ശേഷം പുറത്തു വിടണമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വിട്ടിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്തരം പ്രശ്നങ്ങൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അതിൻ്റെ പരിഹാരം കാണുന്നതിനും വേണ്ടി പാർവതി തിരുവോത്ത് അടക്കമുള്ള വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ WCC രൂപീകരിച്ചതും അവർ സർക്കാരിനെ കണ്ട് പിണറായി കണ്ട് കുറേ പരാതി പറഞ്ഞതും. പിന്നെ പിണറായി എല്ലാ ആൾ വലിയ സിനിമാ നടികളെല്ലാം കൂടെ വന്ന് മഞ്ജു വാര്യർ അടക്കമുള്ള എല്ലാവരും കൂടെ വന്ന് പരാതി കൊടുത്തപ്പോൾ എന്നാൽ ഇപ്പം തന്നെ കാണിച്ചളായെന്ന് പറഞ്ഞ് ഏതാണ്ട് 1,80,00,000 രൂപ എന്തോ ചിലവാക്കിയാണ് ഈ 3 പേരെ വച്ച് 2 വർഷം കൊണ്ട് ഇതിൻ്റെ തെളിവെടുപ്പൊക്കെ നടത്തിയത്. 2017 ജസ്റ്റിസ് ഹേമ അധ്യക്ഷനും മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ KB വത്സലകുമാരിയും നമ്മുടെ പ്രശസ്തയായ നടി ശാരദാമ്മയും ചേർന്ന 3-അംഗ കമ്മിറ്റിയാണല്ലോ ഈ ഹേമ കമ്മിറ്റിയിലുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്, അതും കേരളത്തിലാണെന്ന് പറയാം. വ്യക്തിഗത വിവരങ്ങൾ മറച്ചു വയ്ക്കണം എന്ന വ്യവസ്ഥയിൽ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകൾ സെറ്റിൽ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചും കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ചും അടക്കമുള്ള കുറ്റകൃത്യങ്ങളെപ്പറ്റി ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ വച്ചു. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, നാളെയും മറ്റന്നാളും അതുണ്ടാവും. ഇനി എന്തൊക്കെ സിനിമയിൽ പരിഷ്കാരങ്ങൾ നടത്തിയാലും ഈ പറയുന്ന എന്താ പറയുക പീഡനങ്ങളോ കാസ്റ്റിംഗ് കൗച്ചോ ഒക്കെ ഒന്ന് പേടിപ്പിക്കാമെന്നുള്ള അല്ലാതെ പൂർണ്ണമായി സിനിമയിൽ നിന്ന് ഇല്ലാതാക്കാമെന്ന് പറഞ്ഞാൽ നടപ്പില്ല എന്ന് ഞാൻ പറയും. കാരണം നടക്കണമെങ്കിൽ ഈ പോകുന്ന സ്ത്രീകൾ നല്ല വിൽപ്പവറുള്ളവരായിരിക്കണം. ഞാൻ നമ്മുടെ എപ്പിസോഡുകളിൽ ഒരുപാട് പറഞ്ഞാണെന്നേ, എൻ്റെ മകളെ മഞ്ജു വാര്യരാക്കാനായിട്ട് കൊണ്ടിറക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് മകളെ കണ്ണാടിയിലെങ്കിലും നോക്കണം, അല്ലെങ്കിൽ അമ്മയെങ്കിലും ഒരു ആത്മപരിശോധന നടത്തണം. ഇവർക്ക് മഞ്ജു വാര്യരാവാൻ പറ്റുമോ? ഇവിടെ അങ്ങനെ അല്ലല്ലോ, എല്ലാവർക്കും മഞ്ജു വാര്യരാവണം മക്കൾ. അപ്പോൾ അവർ അതിനുവേണ്ടി എന്തിനും തയ്യാറായി ഇറങ്ങുന്ന കുറേ പേർ. വരുന്നവളെ കൊണ്ടൊരു ചുക്കിനും കൊള്ളില്ല എന്നറിഞ്ഞാൽ പോലും നിന്നെ ഞാൻ മഞ്ജു വാര്യരാക്കാമെന്ന് പറഞ്ഞിട്ട് അവളിൽ നിന്ന് എന്തെല്ലാം കവർന്നെടുക്കാമോ, അവളിൽ നിന്നും അവളുടെ അമ്മേരിൽ നിന്നും ഒക്കെ കവർന്നെടുക്കാവുന്ന എന്തെല്ലാം കിട്ടുമോ അതെല്ലാം കവർന്നെടുക്കുന്ന കുറേ കാശ്മലന്മാർ. എനിക്ക് ദുൽഖർ ആവണം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന കുറേ ചെറുപ്പക്കാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമയിൽ ഏതെങ്കിലും ആവാനായിട്ട് ഇറങ്ങുന്ന ചെറുപ്പക്കാർ. അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഏതാണ്ട് ഒരു 5 കോടി രൂപ കളക്ട് ചെയ്തു, പക്ഷേ ഒരു 2 ലക്ഷം രൂപ കുറവ്. ഇവൻ എവിടെ നിന്നെങ്കിലും പൊളന്ന് വീട്ടിൽ നിന്ന് വഴക്കടിച്ചോ വിറ്റും പറക്കി കൊണ്ടുവന്ന് 2 ലക്ഷം കൊടുക്കും, ആ പൈസയൊക്കെ പോകും. എത്ര പേരുടെ കഥയെന്ന് പറയാം നമ്മൾ കേൾക്കണേ. അമ്മയുടെയും മകളുടെയും ചാരിത്രം നഷ്ടപ്പെട്ടിട്ട് മകൾ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷം പോലും കൊടുക്കാത്ത എത്രയോ ദ്രോഹികൾ. നമ്മളിത് പറഞ്ഞാൽ പറയും ഇവനൊരു മോളില്ലാത്തതുകൊണ്ടാണ് ഇവൻ ഇത് പറയുന്നത്. എന്നെ കാണാൻ വരുന്ന പെൺകുട്ടികളെ ഞാൻ ശരിക്ക് ലെഫ്റ്റ് റൈറ്റ് അടിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. എന്തിന് നിങ്ങൾ ഈ കുട്ടിയും കൊണ്ട് ഇറങ്ങി, ആ കുട്ടിയെ പഠിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. പറയുമ്പോൾ ഈ കൊണ്ടുവരുന്ന രക്ഷകർത്താവിൻ്റെ മനസ്സിലെ വിചാരം യവനൊരു തല്ലിപ്പൊളി, യവൻ ജീവിക്കാറുണ്ടോ, യവൻ സിനിമാക്കാരനൊന്നും അല്ല എന്ന് വിചാരിക്കും. എത്രയോ പേരോട് ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ. പക്ഷേ പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ കാസ്റ്റിംഗ് കൗച്ച് നമ്മളൊരു എപ്പിസോഡ് തന്നെ ചെയ്തു. എന്നെ നെയ്യാർ ഡാമിനാ വെള്ളറുടെ എവിടെയുള്ള ഒരുത്തൻ വിളിച്ച് ചീത്തയൊക്കെ വിളിച്ചൊരുത്തൻ, അവൻ ചത്തുപോയോ എന്തോ, പിന്നെ വിവരമൊന്നുമില്ല അവൻ്റെ. അയ്യോ എത്ര പെൺകുട്ടികളുടെ പൈസ ചെറുപ്പക്കാരുടെ പൈസ നശിപ്പിച്ചു, എത്ര പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിച്ചു. എന്നാലും 13-നും 20-നും ഇടയിലുള്ള നായികയാവാൻ പറ്റിയ ആളുകളെ ആവശ്യമുണ്ട്, തേങ്ങയുണ്ട് മാങ്ങയുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും കാസ്റ്റിംഗ് കൗച്ചിൻ്റെ പരസ്യങ്ങൾ ഇഷ്ടംപോലെ പോകുന്നു. ചതിവ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചതിക്കപ്പെടൽ നടക്കുന്നു. പക്ഷെ ആരോട് പറയാൻ? 300 പേജുള്ള റിപ്പോർട്ട് 2019 ഡിസംബർ 31 ഹേമ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നൽകി. 5 വർഷമായിട്ടും റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടില്ല. വിടാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അതിൽ പകുതിയും വ്യക്തിവൈരാഗ്യവും
നുണകളുമാണ് ആ കമ്മിറ്റിയുടെ മുമ്പാകെ മൊഴി കൊടുത്തവരിൽ ഭൂരിഭാഗവും ചെയ്തതെന്ന് ഞാൻ പറയും. എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ തുലയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരാത്തവൻ അങ്ങനെ വിലസണ്ട എന്ന് വിചാരിച്ച് ചെയ്ത മഹാന്മാർ അതിലുണ്ടെന്നേ. പോയി നുണ പറഞ്ഞു കൊടുത്തത് അന്തസ്സായിട്ടാണ് പറഞ്ഞത്. ഞാൻ 4 പ്രാവശ്യം എന്നെ ഹേമ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞതൊന്നും സ്വന്തം ഭാര്യ വിളിച്ചോലെയാണ് പറഞ്ഞത്. ഹേമ വിളിച്ചിരുന്നു, 4 പ്രാവശ്യം വിളിച്ചു. 4ാമത്തെ പ്രാവശ്യം ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്നാണ് മൊഴി കൊടുത്തത്. യവനൊക്കെ കൊടുക്കുന്ന മൊഴികൾ വിശ്വസിക്കുന്ന ശാരദാമ്മയ്ക്ക് ഇത്രയും കാലം സിനിമയിൽ നിന്നിട്ട് പോലും സ്ത്രീകളായ നടികൾക്ക് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം പോലും നേരെ ചൊവ്വേ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ എതിർക്കണമായിരുന്നു. നിങ്ങൾ എന്ത് വിവരക്കേടാണ് പറയുന്നതെന്ന് അവർ ചോദിക്കണമായിരുന്നു. കാരണം 40-40 വർഷം മലയാള സിനിമയിൽ നിന്ന ആളല്ലേ ശാരദാമ്മ. പക്ഷേ അവരിതെല്ലാം കേട്ട് കുറിച്ചെടുത്ത് 290-300 പേജുള്ള റിപ്പോർട്ട് കൊടുത്തും പിണറായിക്ക് കൊടുത്തിരിക്കുകയാണ്. സിനിമയിലെ വമ്പൻ സ്രാവുകൾ ശക്തമായി ഇടപെട്ട് റിപ്പോർട്ട് പൂഴ്ത്തി എന്ന മുറവിളി ഉയർന്നു. ഏത് വമ്പൻ സ്രാവുകളെന്ന് എനിക്ക് മനസ്സിലാവില്ല. സ്രാവുകളും തിമിങ്ങലും ഒക്കെ മലയാള സിനിമയിൽ ഉണ്ടോ എന്നും എനിക്കറിയില്ല. അങ്ങനെയുള്ളവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരുമാണ് കേരളം ഭരിക്കുന്നതെന്നും എനിക്കറിയില്ല. മലയാള സിനിമയിലെ പല പ്രമുഖരും വലയിലാകുമെന്ന കാര്യം ഉറപ്പാണ് എന്ന് അക്കാലത്ത് പലരും പറഞ്ഞു. ഇതിപ്പോൾ ആരെല്ലാം ആവുമ്പോൾ നമ്മൾ പേര് പറയാതിരിക്കുന്നത് നല്ലത്. അവനാവും യവനാവും മറ്റവനാവും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കാരണം ഈ മൊഴി കൊടുക്കാൻ പോയിരിക്കുന്നവരെ ആളുകളുടെ ലിസ്റ്റ് എടുത്താൽ അറിയാം അവർക്ക് ആരോടൊക്കെ എതിർപ്പുണ്ടെന്ന്. ആ ആളുകളുടെ പേരിലല്ലേ ഇവർ പറയൂ. എന്നാൽ ഹേമ കമ്മിറ്റി ചെയ്യേണ്ടിയിരുന്നത് ഇവർ ശത്രുക്കളായി പറയുന്നവരുടെ മൊഴി കൂടി എടുക്കണമായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, ഹൈദരാബാദിൽ നിന്ന് പറന്നു വന്ന ആൾ ദിലീപിനെതിരെ പറഞ്ഞുവെങ്കിൽ ദിലീപിനോടും മൊഴി എടുക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളെപ്പറ്റി അയാൾ ഇങ്ങനെ പറയുന്നത്? ദിലീപ് തത്ത പറയും പോലെ പറയില്ലേ അയാൾക്ക് എന്നോടുള്ള വിരോധം എന്താണെന്ന്. അത് ചെയ്തിട്ടില്ല, ഈ മൊഴിയെടുപ്പിൽ അത് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സിനിമാ സെറ്റുകളിലെ ലൈംഗിക അതിക്രമം തടയുന്നതിനും സ്ത്രീകൾക്കെതിരെയുള്ള മറ്റ് വിവേചനങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഇൻ്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി ICC രൂപം കൊണ്ടുവന്നു. എല്ലാ സിനിമാ സെറ്റുകളിലും ICC വേണമെന്ന് തീരുമാനിച്ചു. പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം സെക്ഷൽ ഹരാസ്മെൻറ്റ്, അത് POSH ആക്റ്റും കൊണ്ടുവന്നു ഈ സർക്കാർ കൊണ്ടുവന്നു. അത് രണ്ടും നല്ലതാണെന്ന് ഞാൻ പറയും. പക്ഷേ ഇൻ്റേണൽ കമ്മിറ്റി ഇതുവരെ എന്ത് കണ്ടെത്തി? ഏതെങ്കിലും മലയാള സിനിമയിൽ എന്തെങ്കിലും മോശത്തരം നടക്കാത്തതാണോ കഴിഞ്ഞ ഈ 5 വർഷമായിട്ട്? ഇൻ്റേണൽ കമ്മിറ്റി ഉണ്ടായിരുന്നോ? ആ കമ്മിറ്റി എന്താണ് നടപടി എടുത്തതെന്നൊക്കെ പറയണ്ടേ? സിനിമ കോൺക്ലേവ് നടത്തി സംഘടിപ്പിച്ച് സിനിമയിലെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുമെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. സജി ചെറിയാൻ അല്പം കൂട്ടിപ്പറയും. ഒരു ചുക്ക് സംഭവിക്കില്ല. ഈ കോൺക്ലേവിൽ ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്നതിനിടയിൽ ഒരു 5 കോടി രൂപ ആണെങ്കിൽ പൊളിക്കാമെന്നുള്ളതല്ലാതെ അതിൽ വന്നിരിക്കുന്ന പറയുന്ന ഉപരിപ്ലവമായ കാര്യങ്ങൾ കേട്ട് കുറിച്ചെടുക്കുമെന്നുള്ളതല്ലാതെ അതൊന്നും നടപ്പിലാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഗവൺമെൻറ്റിന് കിട്ടിയ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണോ നടപ്പാക്കണോ എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സജി ചെറിയാൻ പറയുന്നത്. കാരണം അതൊരു കമ്മിറ്റിയാണ്, അല്ലാതെ എന്താ പറയുക ഇവരൊക്കെ പറയുന്ന പോലെ കമ്മീഷനല്ല. അതൊരു കമ്മിറ്റിയാണ്. സർക്കാരിന് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങളിതൊക്കെ ഒന്ന് സിനിമയിലുള്ള ആൾക്കാരുമായി സംസാരിച്ച് അത് ക്രോഡീകരിച്ച് തരൂ എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയാണ്, 3 അംഗ കമ്മിറ്റിയാണ് വച്ചത്. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു. ആ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു, അതാണ് പ്രധാനം. അല്ലാതെ റിപ്പോർട്ട് തള്ളിക്കളയുകയല്ല. അപ്പോൾ റിപ്പോർട്ട് അംഗീകരിച്ചെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മൊഴി കൊടുത്തവർ പലരും പല പേരുകളും പുറത്തുവിടാൻ പറയും. പക്ഷേ മന്ത്രിക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഈ ചെന്ന് നുണകൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ലല്ലോ ഒരു സംസ്ഥാനത്തെ മന്ത്രിയുടെ ഉത്തരവാദിത്വം. അദ്ദേഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്തമുള്ളതല്ലേ. വല്ല വിവരം കെട്ടവന്മാരും വന്ന് വല്ലതൊക്കെ ഹേമ കമ്മിറ്റിയുടെ മുമ്പ് പറഞ്ഞു എന്ന് കരുതി അതിനെയൊക്കെ എടുത്ത് മന്ത്രിക്ക് വിളമ്പാൻ കഴിയില്ലല്ലോ. വിവരാവകാശം വഴി ഏതൊക്കെ ഭാഗങ്ങൾ നിയമപ്രകാരം നൽകാം എന്ന കാര്യത്തിൽ സാംസ്കാരിക അഡീഷണൽ സെക്രട്ടറി രാജൻ കോബ്രഗഡയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. എന്തൊക്കെ പുറത്തുവിടണം, എന്തൊക്കെ എഡിറ്റ് ചെയ്യണം എന്നുള്ളത് ഈ രാജൻ കോബ്ര എന്താ പറയുക ആ ഒരു കമ്മിറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കാമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിലുണ്ട്. 295 പേജിൽ എത്ര ഒഴിവാക്കിയതിൻ്റെ വിശദീകരണവും സർക്കാരിന് കൈമാറും. നിയമവകുപ്പും അത് പരിശോധിക്കും. കമ്മീഷന് പരാതി നൽകിയ 5 പേർക്കും ഏതൊക്കെ ഒഴിവാക്കിയെന്ന് നോട്ടീസ് വഴി അറിയിക്കും. ഇരിക്കും ഈ പരാതി കൊടുത്ത 5 പേർക്ക് ഏതൊക്കെയാണ് ഞങ്ങൾ ഒഴിവാക്കിയതെന്ന് കൊടുത്താൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മീശ മാധവനിലെ ജഗദീഷ് കുമാർ വന്ന് രഹസ്യമായിട്ട് വെക്കുമല്ലോ ശത്രു സംഹാര വെടിവെക്കാനായിട്ട്. മൈക്ക് കൂടെ പറയാതെ കൊടുക്കാമെന്ന് വെക്കുമ്പോൾ മണികണ്ഠൻ വിളിച്ചു വയ്ക്കലോ, മൈക്ക് കൂടെ പറയാതെ വെടിവെക്കാൻ വെക്കുമെന്ന് വിളിച്ച് വയ്ക്കുന്ന പോലെ
ഈ വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുന്ന 5 പേർക്കും ആരെപ്പറ്റിയൊക്കെയാണ് അതിലുള്ളതെന്നുള്ള നോട്ടീസ് കൊടുത്താൽ ബഹുരസമാവുമെന്നാണ് എനിക്ക് മന്ത്രിയോട് പറയാനുള്ളത്. സിനിമാ സെറ്റുകളിലും അനുബന്ധ സ്ഥലങ്ങളിലും ഉണ്ടായ ദുരനുഭവങ്ങളാണ് ഭൂരിപക്ഷം മൊഴികളും. പലതും പ്രായോഗികമല്ല എന്ന് തുടക്കം തൊട്ടേ സർക്കാരിൻ്റെ നിലപാട്. ചലച്ചിത്ര നയം വരുന്നുണ്ട്. ഷാജി കരുൺ അധ്യക്ഷനായ കമ്മീഷൻ ഈ ശുപാർശകളും കൂടി പരിഗണിക്കും. കേരള സിനി എക്സിബിറ്റേഴ്സ് എംപ്ലോയീസ് റെഗുലേഷൻ എന്ന് ബ്രാക്കറ്റിലുണ്ട്. ആക്ട് നടപ്പാക്കണം, ട്രിബ്യൂണൽ രൂപീകരിക്കണം. സർക്കാർ ഇതിനെല്ലാം അനുകൂലമാണ്. സർക്കാരിന് ഇതിലൊന്നും എന്താ പറയുക, പേടിക്കാനില്ലല്ലോ. അവരതുകൊണ്ട് തന്നെ പറഞ്ഞു ഷാജിയുടെ റിപ്പോർട്ട് വരട്ടെ എന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി അമ്മയ്ക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് സിദ്ദിഖ് ഒഴിഞ്ഞു. സിദ്ദിഖാണല്ലോ പുതിയ ജനറൽ സെക്രട്ടറി. പത്രക്കാർ ചോദിച്ചു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ പോവുകയാണ്, അത് വന്നു കഴിഞ്ഞാൽ അമ്മയിലുള്ള പലരും ഫെഫ്കയിലുള്ള പലരുടെയും തല ഉരുളും, എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആ റിപ്പോർട്ട് വരെ അമ്മയ്ക്ക് യാതൊരു ബന്ധവുമില്ല. സർക്കാർ നിയമിച്ചവർ കൊടുത്ത റിപ്പോർട്ടിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്, അമ്മയല്ല എന്ന് കൃത്യമായ മറുപടി സിദ്ദിഖ് പറഞ്ഞു. 2019 മുതൽ 2024 വരെ നീണ്ട നിരാശാജനകമായ നിശബ്ദത ഭേദിക്കുന്ന ഉത്തരവാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ വിട്ടിരിക്കുന്നതെന്നാണ് WCC പറയുന്നത്. തലയിൽ കണ്ട വെച്ച സംഘടന. സന്തോഷം, അവർക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും 5 വർഷക്കാലം പുറത്തുവിടാതിരുന്ന ആ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമെന്നാണ് അവർ പറയുന്നത്. കണ്ടെത്തലുകൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാം എന്ന വാദം സിസ്റ്റത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതാണ് ശരിക്കും പറഞ്ഞ് ചെയ്യേണ്ടത്. അല്ല സിസ്റ്റത്തെ അത് പരിഹസിക്കുകയല്ല. നിങ്ങൾക്ക് വ്യക്തിവിരോധമുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് സഹർഷം സ്വാഗതം ചെയ്ത് അതിന് പിന്തുണ കൊടുത്തിട്ട് 5 വർഷം കഴിയുമ്പം അവൻ ഇങ്ങനെ ചെയ്തു ഇവൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി മൊഴി കൊടുത്താൽ ആ മൊഴികളെ എടുത്ത് പുറത്തുവിടലല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിൻ്റെ ബാധ്യത എന്ന് WCC മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഈ WCCയിൽ സത്യം പറഞ്ഞാൽ 2-3 പേരുണ്ട് കേട്ടോ, ഈ കുഴുത്തുരുമ്പ് സ്വഭാവമുള്ള. എനിക്ക് നല്ല പരിചയമുള്ളതാണ്. അവർ WCC തുടങ്ങിയ കാലം മുതൽ മലയാള സിനിമയിലെ ആൺവർഗത്തിനെ മൊത്തം വെട്ടി നിരത്തുമെന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു പുരുഷ വിരോധികളുടെ വക്താക്കളെന്ന് പറയാം. 1-2 പേര്, അത്രയേ ഉള്ളൂ. 2 പേര്. അവർ 2 പേരും ആർട്ടിസ്റ്റുകളും അല്ല. പക്ഷെ അവരാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. നമ്മളിനി അവരുടെ സ്വകാര്യതയിലേക്ക് പോയാൽ, ഒന്നാമതേ പുണ്ണില്ലാതെ പുഴുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് കേസും വഴക്കും ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല. വ്യക്തമായിട്ട് പറയാനൊക്കെ എനിക്കറിയാം, ആളുകളെയും അറിയാം, ആളുടെ സ്വഭാവങ്ങളും അറിയാം. പക്ഷെ ഞാൻ പറയുന്നില്ല. അവർ പറയുന്നത് കണ്ടെത്തലുകൾ പുറത്തുവിടാതെ, അതായത് മൊഴി കൊണ്ടുവന്ന് ഈ ശാരദാമ്മ അടക്കമുള്ള 3 പേരുടെ മുന്നിൽ ചിലർ നിരത്തി കൊടുത്ത ആളുകളുടെ ലിസ്റ്റ് പുറത്തുവിടാതിരുന്നാൽ അത് സിസ്റ്റത്തെ പരിഹസിക്കുന്നതാവുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ മന്ത്രിസഭയ്ക്ക് അതൊന്നും, അല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് അങ്ങനെ വഴിയെ പോണവരൊക്കെ കയറി വാചകം അടിച്ചാൽ, അല്ലെങ്കിൽ വ്യക്തിവിരോധം തീർക്കാൻ, അല്ലെങ്കിൽ മുമ്പ് സന്തോഷപൂർവ്വം ചെയ്തതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്ന് ചിലരുടെയൊക്കെ പേരിൽ ചാർത്താൻ ചെന്നാൽ ഒരു സർക്കാരിനൊരിക്കലും അത് ഭൂഷണമാവില്ല. അവരത് പുറത്തു വിടില്ല എന്നുള്ളതാണ് സത്യം. സുതാര്യതയോടുകൂടി റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ പുറത്തു വരുന്നത് ഉപയോഗപ്രദമായ പരിഹാര നടപടികൾ പ്രാവർത്തികമാക്കുന്നതിനും പുരോഗമനപരമായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഉപകരിക്കും എന്നാണ് WCC പറയുന്നത്. ഇതൊക്കെ എഴുതി കൊടുക്കുന്നത് എനിക്ക് കൊണ്ടൊരു മുൻ പത്രപ്രവർത്തകനുണ്ട്, ഇപ്പോൾ റിട്ടയറായ അദ്ദേഹമായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. നികുതി പണം ഉപയോഗിച്ച് നടത്തിയ സുപ്രധാനമായ പഠനം, തുറന്ന പറച്ചിലുകൾ നടത്തിയ അതിജീവിതമാരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആ പഠന നിർദ്ദേശങ്ങൾ നിലവിൽ സിനിമാ വ്യവസായത്തെ അപകടത്തിലാക്കുന്ന ആ അനീതിക്കും അസന്തുലിതാവസ്ഥയ്ക്കും നിർബന്ധമായും ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, നികുതി പണം ഉപയോഗിച്ചു ഏതാണ്ട് 2 കോടി രൂപയോളം ഉപയോഗിച്ച് ഈ 3 പേരെ വച്ച് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് തന്നെ ആ 2 കോടി രൂപയും പോക്കാണെന്ന് പറഞ്ഞു പോയല്ലോ. പിന്നെ അതിജീവിതമാരെ സംരക്ഷിച്ചുകൊണ്ട്, അതായത് ഞങ്ങൾ നുണകളൊക്കെ പറയും, അതൊന്നും പുറത്തു വിടരുത്, ഞങ്ങളുടെ പേര് പറയരുത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ നുണകളെല്ലാം നിങ്ങൾ പരസ്യമായി പുറത്തു വരണം. ഇന്ന നടൻ, ഇന്ന സംവിധായകൻ, ഇന്ന നിർമ്മാതാവ്, ഇവരെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു തരും. പക്ഷേ ഞങ്ങളെ പേര് പറയരുത്. അതെന്ത് ന്യായം? എന്ന് മാത്രമല്ല, അതിന് നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടുമോ? ദിനേശിനെ പറ്റി പറയുമ്പോൾ ദിനേശിനെ പേര് പരാതി കൊടുക്കുന്ന ആളിൻ്റെ പേര് ഇവിടെ പറയണ്ടേ? അത് പറയരുത് കേട്ടോ. അത് അയ്യോ, അതിനെ അതിജീവിത എന്നേ പറയാവൂ. ഞങ്ങളുടെ പേര് പുറത്തു വിടരുത്. ഞങ്ങൾ പറയുന്നവന്മാരെയൊക്കെ പരസ്യമായി താറടിക്കണം എന്നാണ് അവർ പറയുന്നത്. ആരെയും സമൂഹ മധ്യത്തിൽ അപമാനിക്കാനോ റിപ്പോർട്ടിൽ പറഞ്ഞ പേരുകളെ ചൊല്ലി വിവാദമുണ്ടാക്കാനോ വേണ്ടിയല്ല ഈ ആവശ്യം. റിപ്പോർട്ട് പുറത്തു വരണം.
ആരെയും നിങ്ങൾ താറൊന്നും അടിക്കണ്ട. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നവന്മാരുടെ പേര് പുറത്തു വിടണമെന്നാണ് WCC പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണം. അടുത്ത ഒരു സംഭവം, ഒരു കടലാ സംഘടന ഉണ്ടല്ലോ ഇവിടെ, എന്താ പറയുക, മലയാള സിനിമയെ കാൽ കീഴിലിട്ട് ചവിട്ടി മെതിച്ചുകൊണ്ട് നടന്ന ഒരു സംഘടന ഉണ്ടല്ലോ, മാക്ട ഫെഡറേഷൻ. ആ ഫെഡറേഷൻ പറയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണം. 15 പ്രമുഖരുടെ പേരുകൾ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടത്രേ. അതെങ്ങനെ മാക്ട ഫെഡറേഷൻ ഈ 15 പേരെ ലിസ്റ്റ് കിട്ടിയത്? ജസ്റ്റിസ് ഹേമയോ വത്സലകുമാരിയോ ശാരദാമ്മയോ നിങ്ങൾക്ക് തന്നോ? സർക്കാർ പോലും അത് പുറത്തുവിടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുമ്പോൾ 15 പേരുടെ പേരുണ്ടെന്ന് നിങ്ങൾ അറിയണം. അപ്പം നിങ്ങളും കൂടെ ചേർന്ന് 15 പേരെ പേര് പറയണം. ഇവൻ്റെ പറ, അവൻ്റെ പറ, മറ്റവൻ്റെ പറ എന്ന് പറഞ്ഞ് 15 പേരെ ലിസ്റ്റ് കൊടുത്തു കാണും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഈ കടലാ സംഘടന ഇങ്ങനെ അടിച്ചു പറയുന്നത് 15 പേരുടെ പേരിൽ ഈ കമ്മീഷനിൽ അപഖ്യാതികൾ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വ്യക്തിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരർത്ഥവുമില്ല എന്ന് തിരുവനന്തപുരത്ത് ഒരു സാംസ്കാരിക എന്താ പറയുക സ്ത്രീലിംഗം പറഞ്ഞു. യോ, സംസ്കാരത്തിൻ്റെ അപ്പോസ്തലയെന്ന് പറയാം. അവർ പറയുകയാണ് വ്യക്തിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരർത്ഥവുമില്ല. തെറ്റ് ചെയ്തയാളെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരണം. ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യണം. താൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ബുദ്ധിമുട്ട് നേരിൽ പറഞ്ഞു, അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. പീഡനം നേരിട്ടവർ കൊടുത്ത മൊഴികൾ എല്ലാം ഈ ഭവതി നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ലേ. മാക്ട ഫെഡറേഷൻ പറയുന്നു, ഈ സ്ത്രീയും പറയുന്നു, സാംസ്കാരിക സ്ത്രീയും പറയുന്നു. അവിടെ കൊടുത്ത എല്ലാ ലിസ്റ്റും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം ഒരു ഗൂഢ ലക്ഷ്യമാണെന്ന് ഇവരെല്ലാം കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് നീ ഇന്നയാളുടെ പറ, നീ ഇന്നയാളുടെ പറ, ഞാൻ ഇന്നയാളെ പറയാം എന്ന് പറഞ്ഞായിരിക്കും മൊഴി കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച് അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി വിളിച്ച് നേരിട്ട് ജസ്റ്റിസ് ഹേമയോട് സംസാരിച്ചാൽ അവർ പറയും. ചിലപ്പോൾ ഈ മഹതികൾ വന്ന് പർട്ടിക്കുലറായിട്ട് ചിലരുടെ പേരുകൾ പറഞ്ഞിട്ട് അവരെ ചട്ടിയിലാക്കാനുള്ള എല്ലാം തന്നിട്ടാണ് പോയത്. പിന്നെ ഞാനൊരു ജസ്റ്റിസ് ആയിരുന്നതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അത് പുറത്തു വിടരുതെന്ന് പറഞ്ഞതെന്ന് ചിലപ്പോൾ അവർ പറയുമായിരിക്കും. തെറ്റ് ചെയ്തയാളെ തെളിവ് സഹിതം പുറത്തേക്ക് കൊണ്ടുവരണം. കോടതി അത് കേസാക്കിയേ പറ്റൂ എന്നും ഈ മഹതി പറയുന്നു. നമ്മളെന്ത് പറയാനല്ലേ, ഒരുപാട് കേസും വഴക്കുമൊക്കെ നടക്കുമ്പോൾ എനിക്ക് മടുത്തു തുടങ്ങി കോടതിയൊക്കെ. കാരണം ചെന്ന് ഇങ്ങനെ നിൽക്കുക. ഇന്നലെ ആറ്റിങ്ങൽ കോടതിയിൽ പോയി നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ആറ്റിങ്ങൽ കോടതിയിലേക്ക് പോകാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാർ ഓടിച്ച് അവിടെ ചെന്ന് കോടതിക്കകത്ത് കയറ്റിയപ്പോൾ ഒരു ബൈക്ക് വയ്ക്കാൻ പോലും സ്ഥലമില്ല. അവിടെ എവിടെയൊക്കെ കൂടി കറങ്ങി മറുവശത്തൂടെ റോഡിലിറക്കി സിഗ്നലിൽ കൊണ്ട് നിർത്തിക്കുമ്പോൾ ഒരു വയസ്സായ ഒരു മാമൻ എന്ന് പറയും, ഒരു മാമനും മാമിയും കൂടെ സ്കൂട്ടർ കൊണ്ടുവന്ന് എൻ്റെ കാറിൻ്റെ പുറകിൽ അങ്ങ് ഇടിച്ചു. സിഗ്നലിൽ നിർത്തിയിരിക്കുന്ന കാറില്ല. അവിടെ ട്രാഫിക്കിലുണ്ടായിരുന്ന പോലീസുകാരൻ ഓടി വന്നു. അയാൾ നോക്കി, എന്നിട്ട് എൻ്റെ പറഞ്ഞു കാറിൻ്റെ ബാക്ക് കുറേ പോയി കേട്ടോ. ഞാൻ പറഞ്ഞു സിഗ്നലല്ലേ, ഇപ്പം സിഗ്നൽ മാറുമ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പുറകെ നിൽക്കുന്ന കാറുകാരെല്ലാം എന്നെ ചീത്ത വിളിക്കില്ലേ, എവിടെ വായുകുളിക്ക് പോകുന്നു എന്നാണ് അയാളോട് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ പോയി ആ കളവൻ എന്നെ ഇങ്ങനെ കാറിൻ്റെ ഗ്ലാസ്സിൽ കൂടെ എന്നെ ആക്കി ഇങ്ങനെയൊക്കെ ആക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനല്ലേ. പോലീസുകാരൻ ഫോട്ടോയൊക്കെ എടുത്തു കാറിൻ്റെ. ഇയാൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന വണ്ടി കൊണ്ടുവന്ന് ഒരേറ്റ ഇടി മാമിയും കയറ്റി കൊണ്ടുവന്നിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആറ്റിങ്ങൽ കോടതിയിൽ ഞാൻ എന്തിനാ പോയേ? ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന മഹാൻ അരിവാൾ ചുറ്റിയ നക്ഷത്രം അണ്ടർവെയറിൽ ഉപയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ മഹേഷ് പഞ്ചു എന്ന് പറഞ്ഞ് കുട്ടിക്കാലം മുതൽ SFI മുതൽ വളർന്നു വന്ന DYFIയിലൂടെ പാർട്ടിയിലേക്ക് വന്ന് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ആയ മഹേഷ് പഞ്ചുവിനെ അക്കാദമിയിൽ നിന്ന് പുറത്താക്കി. അപ്പം ഞാൻ സതീഷ് ബാബു പയ്യന്നൂർ എന്ന് പറഞ്ഞ മരിച്ചുപോയ വലിയ മനുഷ്യൻ്റെ ചാനലിലൊരു അഭിമുഖം കൊടുത്തു. ഈ ചെയർമാൻ എന്ന് പറഞ്ഞ കള്ളൻ, കാട്ടുകള്ളൻ, അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീക്കും അവിടെ ഇരിക്കുന്ന വേറൊരുത്തനും തട്ടിക്കാനുമുള്ള എല്ലാ വഴിയും ഒരുക്കി കൊടുക്കുന്ന ഇയാളാണെന്ന് പറഞ്ഞ് ഞാൻ പറയാൻ ആളെയൊക്കെ പറഞ്ഞു. അതിനാണ് ഈ മഹേഷ് പഞ്ചുവിനെ മാറ്റിച്ചത്, AK ബാലനെ കൊണ്ട് മാറ്റിച്ചത്. നിവർത്തികേട് കൊണ്ടാണ് മഹേഷ് പഞ്ചുവിനെ മാറ്റിയത്. കാരണം അവനെ ഒരുത്തനെ മാറ്റിയാൽ ബാക്കി 3 എണ്ണത്തിൻ്റെ തലവേദന ഒഴിയുമല്ലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു നന്നായിട്ട് പറയാവുന്ന രീതിയിൽ നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ അക്കാദമി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കഴക്കൂട്ടത്ത് ആയതുകൊണ്ട്, അക്കാദമി കഴക്കൂട്ടത്തായതുകൊണ്ട് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു പരാതി കൊടുത്തിരിക്കുക എൻ്റെ പേരിൽ. 1-ാം പ്രതി സതീഷ് ബാബു പയ്യന്നൂർ, 2-ാം പ്രതി ഞാൻ. ഇപ്പോൾ സതീഷ് ബാബു പയ്യന്നൂർ മരിച്ചതുകൊണ്ട് 1, 2, 3, 4, 5 എല്ലാ പ്രതിയും ഞാൻ തന്നെ. നമ്മൾ ചെന്ന് മണിക്കൂർ നടക്കും കോടതി നിൽക്കണ്ടേ. ഒരു മുസ്ലിം സ്ത്രീയാണ് ജഡ്ജ്. അയ്യോ, എന്ത് രസമായിട്ടെന്നറിയാം അവർ വിധികൾ പറയണേ. അല്ല, അവർ ഈ ഓരോ കേസുകൾ മാറ്റി വയ്ക്കുന്നതും ഓരോ കാര്യങ്ങളും. ഇവിടെ തിരുവനന്തപുരത്ത് ചില ജാട കൊണ്ട് ജീവിക്കുന്ന ചില ജഡ്ജികളെയും ഞാൻ കണ്ടിട്ടുണ്ട്, പെൺ ജഡ്ജികളെ. പക്ഷേ ആറ്റിങ്ങലിരിക്കുന്ന ആ ജഡ്ജിയോട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നി. ഞാൻ അതുകൊണ്ട് തന്നെ അവരെ ഡീറ്റെയിലൊക്കെ അന്വേഷിച്ചു. മാവേലിക്കരക്കാരിയാണ്. ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് അവർ പോയാൽ നാളെ ഞായർ, തിങ്കളാഴ്ച ദിവസം ഒരു ലീവ് കൂടെ എടുത്താൽ ചൊവ്വാഴ്ച പൊതു അവധിയാണ്.
ബുധനാഴ്ച വന്നാൽ മതി. അതുകൊണ്ട് കേസുകൾ മാറ്റിവെക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ കേസ് മാറ്റിവെച്ചു. അപ്പോൾ ഞാൻ ആറ്റിങ്ങിൽ വരെ പോയത് വെറുതെ ആയി. അവിടെ ചെന്ന് ഈ 100 കണക്കിന് ആളുകൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു വിചിത്ര കഥാപാത്രത്തെ പോലെയാണ് പലരും നോക്കണം. ഇവനല്ലേ മറ്റേ ടി വിയിൽ ആളുകളെയൊക്കെ തെറി പറയുന്നവൻ, ഇവൻ്റെ പേരിൽ ആരോ കൊടുത്ത കേസ് ഇവിടെ ഉണ്ട്. കേസ് എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അത് എന്താ പറയുക, കേസുകൾ എപ്പോഴും പ്രശ്നമാണെന്ന്. തെറ്റ് ചെയ്ത ആളെ തെളിവ് സഹിതം പുറത്തേക്ക് കൊണ്ടുവരികയും കോടതി അത് കേസാക്കി മാറ്റുകയും ചെയ്യണമെന്നാണ് ഈ സാംസ്കാരിക വനിത പറയുന്നത്. സംസ്കാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന വനിതയാണ്. ഈ അടുത്ത കാലത്ത് ഒരു നിങ്ങൾ കണ്ടിരിക്കും, ഒരു മരണസ്ഥലത്ത് ഭാരത് ഭവനിൽ ഞാൻ ഇരിക്കുമ്പോൾ, ഞാനിപ്പോൾ ഈ ദുഷ്ടനെ കണ്ട ദൂരെ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീയെ കണ്ടാൽ ഞാൻ ആ ഏരിയ കൂടെ പോലും പോകില്ല. പക്ഷേ ഈ നാണമില്ലാത്ത സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളിനോട് ജസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ എനിക്കിട്ട് പണിയാൻ നടക്കുന്ന മറ്റേ സീരിയൽ എന്നെ വലിപ്പിച്ച് വരുത്തുണ്ടല്ലോ, എന്നീ സുമാര ഷാർജിയും പറ്റിച്ച് വരുത്താൻ, അവനടക്കമുള്ള അല്ലെങ്കിൽ ഇവിടെ സാംസ്കാരിക സംഘടനകളിലൊക്കെ എല്ലാത്തിലും ബോബനും മോളിയിലും പട്ടുകുട്ടിയെ പോലെ എല്ലാ സംഘടനയിലും കയറിയിരിക്കുന്ന ഒരു സംവിധായകം ഉണ്ടല്ലോ, അയാളൊക്കെ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് പ്രശസ്തനായ ഒരു നടൻ്റെ അപ്രശസ്തനായ ഒരു മകനോട് ഈ സാംസ്കാരിക വനിത പറയുകയാണ്, എടാ പോയി ഉടക്കടാ ശാന്തി പിള്ളേരുടെ ഉടക്ക്. അവൻ്റെ വർത്താനം, അവൻ്റെ കൂടെ 28 ദിവസം ഈ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ 28 ദിവസം എൻ്റെ അച്ഛനെ പോലെ ഞാൻ പോയി കൂട്ടുന്നവനാണ്. അവൻ പറയാണ്, സംസാരിച്ചാൽ ചിലപ്പോൾ തല്ലാവും. എന്ത് തല്ലാവും പുല്ല്, നീ 2 തന്നാൽ ഞാൻ ഒന്നെങ്കിലും തരും. പക്ഷേ ആ തരുന്ന ഒരെണ്ണം നല്ല കൃത്യമായിരിക്കും. നിൻ്റെ തൊണ്ട അടക്കം എവിടെയെങ്കിലും ഇടിയിടിച്ചു കൊടുത്താൽ പിന്നെ അവൻ ശബ്ദം കൊണ്ട് ജീവിക്കില്ല. ഞാൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നത് ഒരു യൂട്യൂബർ ഷൂട്ട് ചെയ്യായിരുന്നു, ഇവരറിഞ്ഞില്ല. അത് അവനൊരു എപ്പിസോഡാക്കി വിട്ടു. ശാന്തി പിള്ളയെ കാണാൻ മറ്റേ സാംസ്കാരിക നായിക വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പച്ചയ്ക്ക് പറയുകയാണ്, എടാ പോയി ഉടക്കടാ, ഉടക്ക്, ശാന്തി പിള്ളേരൊക്കെ ഉടക്കടാ, നോക്കിയിരിക്കുന്നു എന്ന് ഉടക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗൊക്കെ പറയും. അപ്പോൾ ഇത് ആരോ എനിക്ക് അയച്ചു തന്നു. ഞാനിതെടുത്ത് നമ്മളെ വക്കീലിറ്റി കൊണ്ടെടുത്തു. എൻ്റെ പറഞ്ഞു, സാറേ സൂക്ഷിച്ച് വയ്ക്കണേ, ഇതൊക്കെ നമുക്ക് കോടതിയിൽ ആവശ്യമുള്ളതായിരിക്കട്ടെ, സാറിൻ്റെ കേസ് വരുമ്പോൾ ഇതിങ്ങനെയൊക്കെയാണ് ഈ സ്ത്രീ കാണിക്കുന്നതെന്ന് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സംസ്കാരമുള്ള സ്ത്രീയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇതെല്ലാം കേസാക്കണമെന്ന്. അതിജീവിതയുടെ പേരുകൾ രഹസ്യമാക്കി വയ്ക്കണം. വച്ചു. ആരോപണ വിധേയൻ്റെ പേര് പുറത്തു വന്നാൽ ഈ വ്യക്തി പരാതിക്കാരിയോട് ഏതു രീതിയിൽ കുറ്റമാണ് ചെയ്തത് എന്ന് പുറത്തു വരും. ഇപ്പോൾ എൻ്റെ പേര് ദിനേശ് എന്ന് പറഞ്ഞ് പുറത്തു വിട്ടാൽ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനോട് എന്താണ് ഞാൻ ചെയ്ത കുറ്റം എന്നുള്ള പുറത്തു വരുമല്ലോ. അങ്ങനെ അവനെ നാറ്റാം എന്നാണ് പറയുന്നത്. ലൈംഗിക കുറ്റമാണെങ്കിൽ അത് എത്ര വർഷം മുൻപ്, അതിന് തെളിവുണ്ടോ? തെളിവില്ലെങ്കിൽ അത് പുറത്തു വന്നാൽ ഓൺലൈൻ മാധ്യമങ്ങളുടെ വാർത്തകൾക്കപ്പുറം വേറൊന്നും സംഭവിക്കില്ല. തെറ്റ് ചെയ്തയാളെ തെളിവ് സഹിതം പുറത്തേക്ക് കൊണ്ടുവന്ന് കേസാക്കണമെങ്കിൽ വാദിയുടെ വിശദ വിവരം കൂടി വേണം എന്നാണ് വിവരമുള്ള വക്കീലന്മാർ പറയുന്നത്. ഞാൻ ഇന്നലെ ആറ്റിങ്ങിൽ പോയപ്പോൾ ഞാൻ അവിടെ ഒരു വക്കീലിനോട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ പറഞ്ഞത്, അയ്യേ അങ്ങനെ പേരിപ്പോൾ നിങ്ങളെ പേര് തന്നെ പറഞ്ഞെന്ന് വെച്ചോ, എന്നിട്ട് വാദിഭാഗമായി നിൽക്കുന്ന സ്ത്രീ നിങ്ങളുടെ അവരെ പേര് പറയാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പേരിൽ കള്ള ഊമക്കത്താണെന്നേ അതിന് വാലിഡിറ്റി ഉള്ളത്, കോടതി നിൽക്കില്ല എന്ന് പറയുന്നു. പക്ഷേ WCCയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ വാദി ഭാഗത്ത് നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായ സ്ത്രീകളെ പേര് പുറത്തു വിടുമോ? കാമാക്ഷിയെ ചെല്ലപ്പൻ ഇങ്ങനെ പീഡിപ്പിച്ചു നിങ്ങൾ പറയുമോ? അല്ലെങ്കിൽ കേസ് നിൽക്കില്ലെന്നേ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം നടപ്പാക്കണം, റിപ്പോർട്ടിലെ ശുപാർശയാണ്. ശാരദാമ്മയെങ്കിലും പറയണ്ടേ, എൻ്റെ പൊന്ന് ശാരദാമ്മേ, സത്യമാഷിന് കൊടുത്ത ശമ്പളം നിങ്ങൾക്ക് തന്നിരുന്നോ? മധുസാറിന് കൊടുത്തിരുന്ന ശമ്പളം നിങ്ങൾക്ക് തന്നിരുന്നോ? ഇത് ജസ്റ്റിസ് ഹേമയ്ക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പറയണ്ടേ, അയ്യോ സിനിമയിൽ അങ്ങനെ നടക്കില്ല എന്ന് പറയണ്ടേ. പക്ഷേ അത് പറയുന്നില്ല. തുല്യ വേതനം കൊടുക്കണമെന്നാണ് പറയുന്നത്. എടാ പോസ്റ്ററിൽ ഇന്ന് വർത്തമാനകാല മലയാള സിനിമയിലുള്ള ഏതെങ്കിലും ഒരു നായികയുടെ തല പോസ്റ്ററിൽ വെച്ചാൽ അയ്യോ ഈ നടിയുണ്ടോ, നമുക്കൊന്ന് സിനിമ ഉണ്ടാക്കിയാൽ നമ്മൾ ആരെയും കയറുമോ? പകരം ദുൽഖറിൻ്റെ ഒരു തല കണ്ടാൽ നമ്മൾ കയറും ഇല്ലേ? അതുപോലെ ഓരോ പൃഥ്വിരാജിൻ്റെ പടം കണ്ടാൽ നമ്മൾ കയറും, മമ്മൂട്ടിയുടെ പടം കണ്ടാൽ നമ്മൾ കയറും, മോഹൻലാലിൻ്റെ പടം കണ്ടാൽ നമ്മൾ കയറും. അതിന് പകരം തുല്യ വേതനം വേണമെന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി കടുപ്പമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരാക്കരുത്. സ്ത്രീകൾക്ക് സുരക്ഷിതം അല്ലാത്ത താമസ യാത്രാ സൗകര്യങ്ങൾ നിർമ്മാതാക്കൾ ഒരുക്കരുത്. ഞങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡ്രൈവറെ ആക്കരുതെന്ന് നിങ്ങൾ പറയുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു സംവിധായകനെ വയ്ക്കാമോ? ഒരു ക്യാമറാമാനെ വയ്ക്കാമോ? ഒരു മേക്കപ്പ് മാനെ വയ്ക്കാമോ? ക്രിമിനൽ പശ്ചാത്തലമുള്ളവനാണ് വയ്ക്കാമോ? ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരുത്തനെയും നമ്മൾ വയ്ക്കരുതെന്നേ. അങ്ങനെയല്ലേ പറയാൻ? അതിന് വരെ ഡ്രൈവർമാരെ അടച്ചാക്ഷേപിക്കുന്നത് എന്താ? ഡ്രൈവർമാർ മുഴുവൻ തെമ്മാടികളാണ്. നല്ലവരും ചീത്തയുമായിട്ടുള്ള ആളുകൾ ആണിലും പെണ്ണിലും ഒക്കെ ഇവിടെ ഉണ്ടെന്നേ. അതിപ്പോൾ കാറ്റഗറി തിരിച്ച് പുരുഷന്മാർ മാത്രം തെമ്മാടികളാണെന്നുള്ള രീതിയിൽ പറയരുത്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഒരു കാര്യമെങ്കിലും ഓർക്കുക,
ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുണ്ടയുണ്ടായ സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് കേരളത്തിലെ സ്ത്രീകളെല്ലാം നല്ലവർ, പുരുഷന്മാരെല്ലാം ബോറന്മാരെന്നുള്ള ആ കാഴ്ചപ്പാട് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും അച്ഛനും ഭർത്താവും സഹോദരനുമെങ്കിലും മകനുമെങ്കിലും പുരുഷനാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. അവരെയെങ്കിലും നിങ്ങൾ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അശ്ലീലമോ ദ്വയാർത്ഥമോ വരുന്നതോ ആയ പരാമർശങ്ങൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകരുത്. അത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ സിനിമയിലല്ല, അത് ശൈലജ ടീച്ചറായാലും ശരി, ഷാനിമോൾ ഉസ്മാനായാലും ശരി, ശോഭ സുരേന്ദ്രനായാലും ശരി, അല്ലെങ്കിൽ KR മീര ആയാലും ശരി, സമൂഹത്തിലെ ഒരു സ്ത്രീകളെക്കുറിച്ചും ദ്വയാർത്ഥവും വരരുത്, അശ്ലീല പദപ്രയോഗങ്ങളും വരരുത് എന്ന പക്ഷക്കാരനാണ് ഞാൻ. അല്ലാതെ സിനിമാ നടികൾക്ക് കൊമ്പൊന്നുമില്ല, അല്ലെങ്കിൽ സിനിമയിലുള്ള സ്ത്രീകൾക്ക് കൊമ്പൊന്നുമില്ല എന്നാണ് എൻ്റെ പക്ഷം. പുരുഷന്മാർക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും ഇങ്ങനെ അടച്ചാക്ഷേപിക്കാമോ? നിങ്ങളെന്താ അങ്ങനെ പറയണേ? ഒരാളെക്കുറിച്ച് അശ്ലീലപരമായി പറയരുതെന്നേ, ദ്വയാർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. അതാണ് എൻ്റെ പക്ഷം. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ വനിതാ ഗുണ്ട ഉണ്ടായ നാട്ടിലാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ സ്വന്തം കാമുകന് വേണ്ടി സ്വന്തം കുഞ്ഞിനെയും ഭർത്താവിനെയും അയാളുടെ അമ്മയെയും കൊല്ലാൻ കാമുകന് കൂട്ടുനിന്ന ഒരു സ്ത്രീ, ഹതഭാഗ്യെന്നേ ഞാൻ പറയുള്ളൂ, ഹതഭാഗ്യയായ ഒരു സ്ത്രീ ജീവിച്ച നാടാണ് ഇവിടെ. ഭാഗ്യം കൊണ്ട് ഭർത്താവ് രക്ഷപ്പെട്ടു, അമ്മയും മരിച്ചു, സ്വന്തം വയറ്റിൽ പറന്ന കുഞ്ഞും മരിച്ചു. ഏതെങ്കിലും സിനിമാക്കാരൻ ആണോ അത് ചെയ്തത്? അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ വന്നതാണോ ഇത്തരം ഒരു സബ്ജക്റ്റ്? സിനിമയിൽ ചെയ്ത ആളുറേ ഇത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നല്ലേ പറയും. നമ്മുടെ നാട്ടിൽ ഇവിടെ കഴക്കൂട്ടത്തല്ലേ നടന്നത്. കേരളത്തിലെ ഒട്ടുമുക്കാൽ പോലീസ് സ്റ്റേഷനുകളിലെ SI മുതൽ മേലോട്ടുള്ളവരോട് ചങ്ങാത്തം കൂടി, അവരോട് കിടപ്പറ പങ്കിട്ട് അതിനെ ചിത്രീകരിച്ച് അത് വച്ച് ഈ ഏമാമാരെയൊക്കെ മൂക്കിട്ട് ഇഷ ഇണ്ണ ഇറ എന്നൊക്കെ എഴുതിച്ച ഒരു സ്ത്രീ ജീവിക്കുന്ന നാടാണ് കേരളം. ഒരു മുൻ മന്ത്രിയെ ഒരു ഫോൺ സന്ദേശം, ഫോണിൽ ഒരു മന്ത്രിയായിട്ട്, ആ മന്ത്രിക്ക് വേറെ പണിയില്ലായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. റെയിൻകോട്ട് വാങ്ങിച്ചു തരാം, കുട വാങ്ങിച്ചു തരാം, രാവിലെ തണുപ്പത്ത് മഴയത്തിങ്ങി പോരെ എന്നൊക്കെ പറഞ്ഞ് മന്ത്രി എവളെ ട്രാപ്പിൽ വീണിട്ട് പറയുന്ന ഓഡിയോ ഒക്കെ നിങ്ങളൊക്കെ കേട്ടിരിക്കുമല്ലോ. എത്ര പോലീസുകാരുടെ ജീവിതം നശിപ്പിച്ചു, എത്ര പോലീസുകാർ ആത്മഹത്യ ചെയ്തു, ഇവിടെ വാർത്തയാവുന്നില്ല സത്യത്തിൽ. അവൾ പരിശുദ്ധ, ഈ പോലീസുകാരന്മാർ, മണ്ടന്മാരായ പോലീസുകാരന്മാർ, രക്തസാക്ഷികളായ പോലീസുകാർ, ആ കുടുംബം നശിച്ചില്ലേ അതോടെ? എത്ര ഭാര്യമാരെ വിളിച്ചിട്ടാണ് ഇവൾ ഞാനും നിൻ്റെ ഭർത്താവുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ. നമ്മളിത് സിനിമയാക്കിയോ ഓടുമോ? അപ്പം നിങ്ങളെന്താ സ്ത്രീകളെല്ലാം പരിശുദ്ധകളാണ്, പുരുഷന്മാരെല്ലാം കുഴപ്പക്കാരാണെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. IAS വരെ അഴിക്കുള്ളിലാക്കിയ ഒരു സ്ത്രീയെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഇവിടെ. ഞാൻ ഇപ്പോഴും ആ പൂജപ്പുര വഴി അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഞാൻ ആലോചിക്കും, ഈ മനുഷ്യന് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? IAS ഒക്കെ എടുത്ത ആളല്ലേ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ആളല്ലേ? അങ്ങനെ ഒരാളെ വേറൊരു ട്രാപ്പിലാക്കിയില്ലേ? മുഖ്യമന്ത്രി വരെ അത് വെച്ച് നാണം കെടുത്തിയില്ലേ? ഇതൊന്നും സിനിമയിൽ വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ പറയുന്നത് സിനിമയാണ് സമൂഹത്തെ നശിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. സ്വന്തം ഭർത്താവുള്ളപ്പോൾ, അയാളുടെ രക്തത്തിൽ പിറന്ന ആൺമക്കൾ വീട്ടിലുള്ളപ്പോൾ, ഭർത്താവ് കയറി വരുമ്പോൾ എന്താ പറയുക, കാമുകനെ ബെഡ്റൂമിൽ കയറ്റി കിടത്തിയിട്ട് ഭർത്താവിനെ തടയുകയും ഭർത്താവിൻ്റെ ഇറങ്ങി പട പട്ടി എന്ന് പറഞ്ഞ ആൾ സിനിമയിലില്ലേ? സിനിമയിലുണ്ടെന്നേ. ഇവിടെ സാംസ്കാരികമായി ഉന്നമനത്തിൽ നിൽക്കുന്ന നാടാണ്. സ്വന്തം രക്തത്തിൽ പിറന്ന ആൺകുട്ടികളെ കൊണ്ട്, മക്കളെ കൊണ്ട് പോലും അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞ് തടയുക. നോക്കുമ്പോൾ കാമുകൻ ഇയാളുടെ ബെഡ്റൂമിൽ കിടക്കുകയാണ്. എന്തൊരു ക്രൂരമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഭർത്താവ് ഒരു മഴയത്ത്, ചാറ്റൽ മഴയത്ത് ഞാൻ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ എന്നെ വിളിക്കുകയാണ്. ഞാൻ വണ്ടി നിർത്തി, എനിക്ക് അങ്ങേരുമായിട്ട് അങ്ങനെ ഒരു വലിയ ബന്ധമില്ല. ഞാൻ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. ദിനേശ്, ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചാറ്റൽ മഴ പെയ്യാണ്, ഞാനൊന്ന് സ്കൂട്ടർ സ്റ്റാൻഡിൽ എത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാനൊരു കടത്തണ്ണി കയറി നിന്നിട്ട് സംസാരിച്ചു. ആ മനുഷ്യൻ എന്താ പറയുക, രക്തത്തിൽ പൊടിഞ്ഞ വർത്തമാനങ്ങളാണ് എന്നോട് പറഞ്ഞതെന്ന് പറയാം. ഹൃദയം പൊട്ടുന്ന വർത്തമാനങ്ങളാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതാണ് എന്നോട്, ദിനേശേ, ഞാൻ എൻ്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എൻ്റെ ബെഡ്റൂമിലേക്ക് കയറരുത് എന്ന് എൻ്റെ മക്കളെ കൊണ്ട് തടഞ്ഞ ദ്രോഹി കൂട്ടത്തെക്കുറിച്ചാണ് ദിനേശ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ദിനേശേ, സുപ്രീം കോടതി വരെ പോകാനുള്ള മുഴുവൻ കേസിൻ്റെ പൈസയും ഞാൻ തരാം, വിടരുത്. ഞാൻ പറഞ്ഞു കാശൊന്നും വേണ്ട. അല്ല, ഞാൻ പറയുകയാണ്, ഞാൻ തരാൻ വേണമെങ്കിൽ. എനിക്ക് വേണ്ടി ആദ്യമായിട്ട് സംസാരിച്ചത് ദിനേശാണ്. പക്ഷേ അവരൊക്കെയാണ് ഇവിടുത്തെ സാംസ്കാരിക നായകർ, പിന്നെ ശീലാവതിമാരും ഒക്കെ അവരൊക്കെയാണ്. സ്ത്രീത്വത്തെ ബഹുമാനിക്കണം എന്ന് വാചകമടിക്കുന്നവരുടെ നാട്ടിലാണ് ഹേമ കമ്മിറ്റിയുടെ സാക്ഷിമൊഴികൾ പുറത്തു വിടണമെന്ന് തൊണ്ട പൊട്ടി വിളിക്കുന്നത്. ഇപ്പോൾ ആലോചിച്ചു, ഇവരൊക്കെയാണ് വിളിക്കണേ. ഇങ്ങനെ ഈ തെമ്പാടിത്തരകൾ കാണിക്കുന്നവരാണ് വിളിക്കണേ. പെണ്ണിനെ പിടിക്കുന്നവന്മാരും ആണിനെ പിടിക്കുന്നവളുമാരും
കുറച്ചേ കാണൂ പറയാൻ. സത്യത്തിൽ സിനിമയിലായാലും ഞാൻ അങ്ങനെ പറയും. പെണ്ണുപിടിയന്മാരും കുറച്ച് പേരേ ഉള്ളൂ, ആണിനെ പിടിക്കുന്ന പെണ്ണുങ്ങളും സിനിമയിലുണ്ട്. പക്ഷേ അവർ കുറച്ച് പേരേ ഉള്ളെങ്കിലും അതിനെ പെരുപ്പിച്ച് കാണിച്ച് എന്താ പറയുക, മലയാള സിനിമ മുഴുവൻ ഒരു വ്യഭിചാരശാലയാണെന്ന് പറയുന്നതാണ് ചിലർക്ക് ഇഷ്ടം. 96 വർഷത്തെ മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു നടിയെ അവർ വിശ്വസിച്ച് കയറിയ വാഹനത്തിലിട്ട് പീഡിപ്പിച്ചുവെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടാതെ ശിക്ഷിക്കപ്പെടട്ടെ, അത് ആരായാലും എന്ന പക്ഷക്കാരനാണ് ഞാനങ്ങനെ പറയും. 96 വർഷമായില്ലേ നമ്മുടെ സിനിമയ്ക്ക്. ആ 96 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. അങ്ങനെ ആ നടിയെ കാറിലിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് മാത്രമല്ല, ആ കേസിന് ഇപ്പോൾ ആഗസ്റ്റിൽ വിധി വരും. ആഗസ്റ്റിൽ വിധി വന്നാലും ഞാൻ പറയുന്നു, ഈ കേസിൽ എന്താ പറയുക, എന്ത് വിധിയായാലും ശരി അത് CBI പോലുള്ള ഒരു ഏജൻസിയെ കൊണ്ട് വീണ്ടും അന്വേഷിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കല്ലും നെല്ലും തിരിക്കണം. കാരണം ഇനി ഇതുപോലെ ഒന്ന് ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാവരുത്. അധികൃതർ മുമ്പാകെ നിർമ്മാതാവെന്ന നിലയിൽ രജിസ്റ്റർ ചെയ്യാതെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ മറ്റു രീതിയിലോ ഓഡിഷൻ നടത്തരുത്. ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ കൊഴുത്ത് വളരുന്നത് ഓഡിഷൻ ടെസ്റ്റുകളാണെന്ന് പറയാം. സ്ക്രീൻ ടെസ്റ്റൊക്കെ മിക്കവാറും ഇപ്പോൾ പല സ്ക്രീൻ ടെസ്റ്റുകൾ നടക്കുന്നത് ഗോവയിലാണ്. എനിക്കതിൻ്റെ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു എപ്പിസോഡ് ചെയ്യാം. ഇവിടുന്ന് ഒരുമാതിരിപ്പെട്ട പെമ്പിളരെ എല്ലാം വിളിച്ചു കൂട്ടി, നീയാണ് ഇതിലെ നായിക, അടുത്ത മഞ്ജു വാര്യർ നീ എന്ന് പറഞ്ഞ് ഓരോ നടികളെയും വിളിച്ച് മഞ്ജു വാര്യരാക്കാൻ വേണ്ടി ഗോവയിലാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ ഗോവയിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രീ സെക്സിനൊക്കെ ഇത്തിരി സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കാശ് മുടക്കാനെന്ന് പറഞ്ഞ് വിദേശത്തു നിന്നൊക്കെ വരുന്ന ഏതെങ്കിലും എംബോക്കികളെ കൊണ്ടിട്ട് ഈ കുട്ടികളെ കൂട്ടിക്കൊടുത്ത് ഇവൻ സിനിമ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അയാൾ ഇന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ട് മറിയുന്ന ഒരുത്തൻ തിരുവനന്തപുരത്ത് ഒരു സാംസ്കാരിക നായകനെന്ന് പറയുന്നു. ഒരുപാട് പേരെ കാശ് പറ്റിച്ചു എന്ന് പറയുന്നു. ഞാനത് വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വമ്പൻ സ്രാവിനെ പറ്റി സ്റ്റോർ ചെയ്യണമെങ്കിൽ കൃത്യമായി എല്ലാ വിവരവും വേണമല്ലോ. സിനിമാ മേഖലയിലെ വനിതകളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഫാൻ ക്ലബ്ബുകൾ മുഖേനയോ ഏതെങ്കിലും മാധ്യമത്തിലൂടെ ശല്യപ്പെടുത്തരുത്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കമ്മീഷൻ റിപ്പോർട്ട് 5 വർഷമായി അടയിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് ഇരിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും എല്ലാം എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇവിടെ എറണാകുളത്തൊരു ചെറുക്കൻ, ബുദ്ധിവളർച്ചയില്ലാത്തൊരു ചെറുക്കൻ, മഞ്ജു വാര്യർ എന്നെക്കാളും പ്രായം കൂടുതലാണെങ്കിലും ഞാൻ കെട്ടിക്കൊള്ളാം എന്ന് പറയുന്നു. ഞാൻ കെട്ടിക്കൊള്ളാം, ഒരു ജീവിതം കൊടുക്കാം. നിത്യ മേനോനെ വേണമെങ്കിലും ഞാൻ കെട്ടിക്കൊള്ളാം. മീനയുടെ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് വേണമെങ്കിൽ മീനയും കെട്ടാം, മീനെ ചേച്ചിയും ഞാൻ കെട്ടിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവൻ കൂടെ പറയുന്നുണ്ട്, ഞാൻ IIT-യിലൊക്കെയാണ് പഠിച്ചത്, ആനയാണ് പൂനെയാണെന്നൊക്കെ പറഞ്ഞൊരു മന്ദബുദ്ധി ചെറുക്കൻ. ഞാൻ അവൻ്റെ പേര് പോലും ഉപയോഗിക്കുന്നില്ല. ഒരു പൊട്ടൻ ചെറുക്കൻ ഇങ്ങനെ നിരന്തരമായി മീഡിയകൾ വഴി, പ്രത്യേകിച്ച് യൂട്യൂബുകൾ വഴി ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ കേൾക്കട്ടെ, ഈ നേരം വരെ ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന ശേഷം ഇത്രയും കാലത്തിനിടയിൽ ഒരു പെറ്റി കേസെങ്കിലും അവൻ്റെ പേരിലെടുത്തോ? എൻ്റെ പേരിലൊക്കെ വഴിയേ പോകുന്ന ഒരാളിനെ നോക്കിയാൽ ഉടൻ കേസെടുക്കുകയില്ലേ. പക്ഷേ ഇവൻ്റെ പേരിലൊന്നും കേസെടുക്കുന്നേ ഇല്ല. നൊട്ടോറിയസ് ക്രിമിനൽ എന്നേ ഞാൻ ഈ ചെറുക്കനെ പറയും. ലിംഗസമത്വം സംബന്ധിച്ച് ഓൺലൈൻ പരിശീലനം നിർബന്ധമാക്കണം. കൊരക്കിയും വാലാട്ടിയും ഒന്നിച്ച് വേണ്ടെന്നേ. എന്തോന്ന് ലിംഗസമത്വം? പെണ്ണ് ആണ്. അതിനെന്തിനാ ഓൺലൈൻ ഇതൊക്കെ പരിശീലനമൊക്കെ നൽകണേ? എനിക്ക് മനസ്സിലാവില്ല. എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളങ്ങ് പറയുകയാണ്. ജോലി സ്ഥലത്ത് മദ്യമോ മയക്കുമരുന്നോ അനുവദിക്കരുത്. ഹേമ കമ്മിറ്റി പറഞ്ഞതാണ്. ആരാ അനുവദിക്കുന്നേ? ഏതെങ്കിലും നിർമ്മാതാവ് സെറ്റിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചോ മദ്യം ഉപയോഗിച്ചോ എന്ന് പറയുന്നുണ്ടോ? ഒരു നിർമ്മാതാവും പറയില്ല, ഒരു നായകനും പറയില്ല, നായികയും പറയില്ല, സംവിധായകനും പറയില്ല. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് ഇവിടുത്തെ ക്രമസമാധാന പാലനം നടത്തുന്നവരുടെ ചുമതലയാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ സെറ്റുകളിൽ ഷാഡോ പോലീസിനെ ഇടുമെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ വരെ അതിനെ എതിർത്തു. ഞങ്ങളുടെ സെറ്റുകളിൽ ഷാഡോ പോലീസിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്താ അനുവദിച്ചാൽ? ഉണ്ണികൃഷ്ണൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് എനിക്കറിയാം. അയാൾ മദ്യപിക്കില്ല, പുകവലിക്കില്ല, ഒരു ലഹരിയും ഇല്ല. അയാളുടെ സെറ്റിൽ ഷാഡോ പോലീസ് നിന്ന് അയാൾക്കെന്താ നഷ്ടം? ചിലപ്പോൾ അഭിനയിക്കുന്ന ഏതെങ്കിലും ഓച്ചനെ പിടിച്ചോണ്ട് പോകുമായിരിക്കും. പോട്ടെന്നേ. ഇവിടെ പരസ്യമായി പറയുന്നു നായികമാരിൽ ചിലർ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന്, പ്രത്യേകിച്ച് എറണാകുളത്ത് കേന്ദ്രീകരിച്ച്. ഷാഡോ പോലീസിനൊക്കെ സെറ്റിൽ ഇടണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ അതിൽ ഇടം കൊലിട്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല. തിരക്കഥകളിൽ സ്ത്രീ കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തണം. ഇപ്പോൾ അങ്ങനെ സ്ത്രീ കാഴ്ചപ്പാടുകളൊന്നും ഉൾപ്പെടുത്തുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏറ്റവും കുറഞ്ഞത് ഈ ഹേമ കമ്മിറ്റിയോ ആ വിവരാശ കമ്മീഷണറോ ഒക്കെ പോയി ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ഉർവശിയും പാർവതി അഭിനയിച്ച ആ സിനിമയെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കണമെന്ന് ഞാൻ പറയും. നിങ്ങളൊന്നും ഇങ്ങനെ ആവശ്യമില്ലാതെ 2 കോടി രൂപ ചിലവാക്കി ഇത്തരം വങ്കത്തരങ്ങളൊന്നും എഴുതി വെക്കരുതെന്നേ. അല്ലെങ്കിൽ മഞ്ജു വാര്യർ അഭിനയിച്ച കണ്ണെഴുതി പൊട്ടുന്നതിൻ്റെ ഒരു CD എടുത്ത്
ഇവർക്ക് കാണാൻ കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ് മഞ്ജു രണ്ടാമത് വന്നപ്പോൾ അഭിനയിച്ച ആ പടത്തിൻ്റെ CD ആയാലും കുഴപ്പമില്ല. ഇവിടെ സത്യമാഷ അഭിനയിച്ച മാധവൻ തമ്പിയെ പോലും തോൽപ്പിച്ചുകൊണ്ട് ഷീല മനോഹരമായി അഭിനയിച്ച ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ശാരദാമ്മ അഭിനയിച്ച തുലാഭാരമുണ്ട്. ഷീലാമ്മ അഭിനയിച്ച വാഴ്വ്യമായുണ്ട് ഡബിൾ റോളിൽ. ഷീലാമ്മയുടെ തന്നെ കലികയുണ്ട്. പത്മിനിയുടെ അധ്യാപികയുണ്ട്. പത്മിനിയല്ല, രാഗിണിയുടെ അഗ്നിപുത്രി, അശ്വമേധം, എന്തിനെ ചിന്താവിഷ്ടയായ ശ്യാമളയടക്കം. ഇവിടെ സ്ത്രീ കഥാപാത്രങ്ങൾ, സ്ത്രീ കാഴ്ചപ്പാടുകളുള്ള എത്രയോ സിനിമകൾ വരുന്നു. ഒന്നുമില്ലെങ്കിൽ ശാരദാമ്മ പറയണ്ടേ, ഞാൻ ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയണ്ടേ. ഇപ്പം മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങോട്ടത്തിൽ പോലും നിങ്ങൾക്ക് ശാരദാമ്മയ്ക്ക് വലിയ വേഷമല്ലേ, നെടുപടിയോളം പ്രാധാന്യമുള്ള വേഷമല്ലേ. അപ്പോൾ ഈ കമ്മീഷൻ്റെ ഈ മണ്ടത്തരങ്ങൾ എഴുതി വയ്ക്കുന്നതിന് മുമ്പ് ശാരദാമ്മയെങ്കിലും അത് പറയണമായിരുന്നു. വനിതകൾ നിർമ്മിക്കുന്ന ചിത്രത്തിന് പുരസ്കാരം നൽകണം. അതെന്തിന് വനിതകൾക്ക് മാത്രമായിട്ട് പുരസ്കാരം? നല്ല സിനിമ ആര് ചെയ്താലും അവർക്ക് പുരസ്കാരം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ നിവൃത്തിയിലായിരിക്കുന്ന KSFDC 2-3 വർഷം കൊണ്ട് 6 പടോ 5 പടോ എന്തോ ചെയ്തല്ലോ. 10 പൈസ കിട്ടിയോ? പോസ്റ്റർ ഒട്ടിച്ച് തന്നെ മൈദാമാവിൻ്റെ പൈസ കിട്ടിയോ? അങ്ങനെയൊന്നും സംവരണമൊന്നും ചെയ്ത് പഠിക്കരുതേ. സിനിമയിൽ കലാകാരന്മാരെങ്കിലും സംവരണത്തിന് മുക്തരായിരിക്കണം. സ്ത്രീ ആയതുകൊണ്ട് അവരെ കൊണ്ട് എന്ത് പൊട്ട സിനിമയും ചെയ്യിക്കാമെന്നാണ് കോടികൾ മുടക്കിയിട്ട്. വനിതകൾ നിർമ്മിക്കുന്ന മികച്ച ചിത്രത്തിന് പുരസ്കാരം നൽകണമെന്ന് ഇങ്ങനെ ഓരോന്നും കുട്ടികൾക്ക് ഒരു പുരസ്കാരം, നായർക്ക് ഒരു പുരസ്കാരം, ഈഴവർ നിർമ്മിക്കുന്ന സിനിമയ്ക്ക് ഒരു പുരസ്കാരം, മുസ്ലിങ്ങൾ നിർമ്മിക്കുന്ന, ഇങ്ങനെയൊക്കെ കാറ്റഗറി തിരിക്കാൻ പറ്റുമോ സിനിമയ്ക്ക്? ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. മികച്ച ചിത്രമായാൽ അതിന് ലിംഗവ്യത്യാസമില്ലാതെ തന്നെ പുരസ്കാരം ഇപ്പം നൽകുന്നുണ്ട്. അത് മതി എന്നാണ് എൻ്റെ പക്ഷം. അതിന് വരെ സ്ത്രീകൾക്ക് എന്താ കൊമ്പുണ്ടോ? അതിനും സംവരണം വേണം എന്നാണ് പറയുന്നത്. ലിംഗവ്യത്യാസമില്ലാതെ തുല്യനീതി എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് പറയാണ് തുല്യനീതിയൊക്കെ തന്നെ, പക്ഷേ വനിതകൾ നിർമ്മിക്കുന്ന സിനിമയ്ക്ക് പ്രത്യേക അവാർഡ് കൊടുക്കണമെന്നാണ് പറയുന്നത്. എനിക്കത് എന്താണെന്ന് മനസ്സിലാവില്ല. യൂട്യൂബിൽ ബ്ലൂ ഫിലിം എടുക്കുന്ന ഒരു സംവിധായിക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, പാൽപ്പായസം എടുക്കുന്ന സംവിധായിക. എനിക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സുകൊണ്ട് എൻ്റെ ഗുരുനാഥനായി കാണുന്ന മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അവിടെ റീത്ത് വെച്ചേക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് നാണം തോന്നി. ഈ പെണ്ണുകൊണ്ടൊന്ന് റീത്ത് വെച്ചിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യയായിരുന്നു. അവളുടെ ഇപ്പോഴത്തെ പണി എന്താ? ബ്ലൂ ഫിലിം എടുക്കൽ, എന്നിട്ട് എന്താ പറയുക, യൂട്യൂബ് വഴി ടെലികാസ്റ്റ് ചെയ്ത് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുക. അപ്പോൾ നരേന്ദ്രമോദി ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഈ കുറേ ഇന്ത്യയിലുള്ള കുറേ ഇത്തരം കച്ചട കൂതറ പ്രോഗ്രാമുകൾ ചെയ്യുന്നതിനെ ബാർ ചെയ്തു. ഇവളുടെ ഈ കൂതറ പാൽപ്പായസവും എല്ലാം ഇതിലങ്ങ് പോയി. ഇപ്പോൾ അവൾ വേറൊരു പേരിൽ എടുക്കുന്നു എന്ന് മാത്രമല്ല, ഇത് കാണണമെങ്കിൽ 200 എത്ര രൂപ അടച്ച് രജിസ്ട്രേഷൻ എടുത്താലേ അവൾക്ക് കാണാൻ പറ്റൂ. പ്രൈവറ്റ് ചെയ്തിരിക്കുക. ഒരാൾ 200 എത്ര രൂപ അടച്ചിട്ട് അവന് കാണാൻ പറ്റില്ല. അവൻ അതെല്ലാം കൂടെ കൂടും കുടിക്കുക എല്ലാം കൂടെ എടുത്ത് എനിക്ക് അയച്ചു തന്നു. സാറേ, ഇതൊരു വലിപ്പൊരു പരിപാടിയാണ് സാറേ. ഇപ്പം മറ്റവളുടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. പാൽപ്പായസത്തിൻ്റെ പുതിയ ഇറങ്ങി, പക്ഷേ ഞങ്ങൾ കാണാൻ വെക്കില്ല സാറേ. ഞാൻ അവനെ വിളിച്ചപ്പോൾ പറയുകയാണ് ഒരിക്കൽ കൂടെ പൈസ അടയ്ക്കാൻ. അപ്പോൾ അവൻ 2 പ്രാവശ്യം പൈസ അടച്ചതിൻ്റെ രസീത് അവൻ ഫോൺ ചെയ്തപ്പോൾ മറ്റവൻ പറഞ്ഞ മറുപടിയൊക്കെ എനിക്ക് അയച്ചിരിക്കുന്നത്. ഈ നാട്ടിലാണ് ഇത് നടക്കുന്നത്. ഒരു പെണ്ണാണ് ഡയറക്ടർ. ആലോചിച്ച് നോക്കൂ. തുണിയും മണിയും ഇല്ലാതെ ഒരു ചെറുക്കനെയും ഒരു പെണ്ണിനെയും ഇട്ട് ഒരു 10-30 മിനിറ്റ് ബ്ലൂ ഫിലിം ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിലിടുന്ന ഒരു പെണ്ണാണ് സംവിധായിക. ആ നാട്ടിലാണ് ഹേമ കമ്മീഷൻ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ ചെന്ന് മൊഴി കൊടുത്തിരിക്കുന്ന കുറേ എണ്ണം. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, സ്ത്രീകളുടെ മാനം രക്ഷിക്കണമെന്ന്. ഇവിടെ ചാകത്തിറണ്ടേ? ഇവിടെ സൈബർ വിങ്ങൊക്കെ ഉള്ളതല്ലേ? പരസ്യമായിട്ടല്ലേ ബ്ലൂ ഫിലിം എടുത്ത് യൂട്യൂബിലിടണേ? കേന്ദ്ര ഗവൺമെൻറ് കർശനമായി 10-14ഓളം ചാനലുകളെ പൂട്ടിയപ്പോൾ ഇവളുടെ ചാനലിനെയും പൂട്ടി. അവൾ വേറൊരു പേര് തുടങ്ങി. അവൾക്ക് പേടിയില്ല. വനിതകൾക്ക് പരിശീലനം വേണം. എന്തോന്നിൽ പരിശീലനം വേണം? സിനിമയിലാണെങ്കിൽ പരിശീലനം കിട്ടിയവരെ മാത്രമാണ് സിനിമയിൽ വയ്ക്കാറ്. ട്രെയിനിയായിട്ടൊക്കെ വച്ചിട്ട് അവരെ സിനിമയിൽ എടുക്കുകയാണ്. അതുകൊണ്ട് പരിശീലനം സ്ത്രീകൾക്ക് മാത്രമായിട്ട് സിനിമയിൽ വേണമെന്നുള്ള പക്ഷക്കാരനല്ല ഞാൻ. ആദ്യം ഈ ലിംഗ വ്യത്യാസം സിനിമയിൽ വേണമെന്ന് വാശി പിടിക്കാതിരിക്കുക. പരാതികൾ പരിഹരിക്കാൻ സംവിധാനം വേണം. എന്താ ഇപ്പം ഇല്ലേ? ഇവിടെ കേരളത്തിൽ പോലീസില്ലേ? കൃത്യമായി സ്ത്രീകൾ എന്തു പറഞ്ഞാലും എൻ്റെ പേരിൽ ആത്മഹത്യാ കുറിപ്പ് മുഖ്യമന്ത്രിക്ക് കൊടുത്തതിൻ്റെ പേരിൽ 24 മണിക്കൂർ തരുന്നതിന് മുമ്പേ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തില്ലേ? അപ്പോൾ പോലീസില്ലേ ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി? കോടതിയില്ലേ? കോടതിയുണ്ടല്ലോ, കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കുന്ന കോടതിയില്ലേ? ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം സ്ത്രീകൾക്ക് വേണ്ടിയല്ലേ ഇരിക്കുന്നത്? പുരുഷന്മാരെന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടെന്ന് പോലും പിണറായിക്ക് അറിഞ്ഞിട്ടുണ്ടല്ലോ. മീശ വെച്ച ഒരു വർഗ്ഗമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. എന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ വരായികൾ കുറച്ച് വർഷം കഴിയുമ്പോൾ കേരളം അനുഭവിക്കും എന്നുള്ളത് വേറെ സത്യം. അനാവശ്യമായി സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഈ അനർഹമായ പിന്തുണ ഏത് പെറ്റി കേസ് എടുത്താലും മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്താൽ എൻ്റെ പേരിൽ എത്ര പേർക്ക് ഈ തിരുവനന്തപുരത്തുള്ള ഈ എന്താ പറയുക സാംസ്കാരിക നായിക എത്ര പേരെ കൊണ്ട് എൻ്റെ പേര് കേസ് കൊടുപ്പിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്പീഡാവും എന്ന് പറഞ്ഞിട്ട് സംവിധായകൻ KG ജോർജിൻ്റെ ഭാര്യ അടക്കമുള്ള എത്രയോ പേരെക്കുറിച്ച് കള്ള പരാതി എൻ്റെ പേര്. ഒന്നാമത് ഈ സ്ത്രീ ഒരു കള്ള പരാതി കൊടുക്കുന്ന ആളാണ്. മുഖത്ത് മാസ്ക് ഇട്ട് ഒരു
ഒരു തൃശ്ശൂരുള്ളൊരു പെണ്ണ് ഭർത്താവിൻ്റെ കൂട്ടുകാരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി തിരിച്ചു കൊടുക്കാതിരിക്കാൻ ഒരു നാടകം കളിച്ചു. ഈ കൂട്ടുകാരന്മാരെല്ലാം കൂടെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഈ സ്ത്രീയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന തിരുവനന്തപുരത്തുള്ള സാംസ്കാരിക നായിക വിളിച്ചുകൊണ്ടിരുത്തി പത്രസമ്മേളനം നടത്തി. അവളെ മുഖം മറച്ചൊക്കെ വെച്ചിട്ട് ഈ സാംസ്കാരിക നായിക സംസാരിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഇതും നടക്കും, ഇതിൻ്റെ അപ്പുറവും നടക്കും. ഇതാ കണ്ടില്ലേ ഈ പെങ്ങളെ 5 കൂട്ടുകാർ ചേർന്ന്, അതോ 4 കൂട്ടുകാർ ചേർന്ന് ഭർത്താവിൻ്റെ കൂട്ടുകാരന്മാർ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. കേസ് അന്വേഷിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി കളിക്ക് സപ്പോർട്ട് ചെയ്ത നായികയാണ് ഈ ഇവിടെ തിരുവനന്തപുരത്തുള്ളത്. അവർ കൊടുക്കുന്ന പരാതി മുഖ്യമന്ത്രി പെട്ടെന്ന് എടുത്ത് ആഭ്യന്തര വകുപ്പിന് അയക്കുകയാണ്, സൈബർ സെൽ വഴി ദിനേശനെ പോക്കെന്ന്. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എൻ്റെ ഗതികേട്. എന്നാലും എനിക്ക് പരാതിയില്ല. കാരണം ഏത് കോടതിയിൽ പോയാലും ഒരു കോടതിക്കും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം ഞാൻ തെമ്മാടിയല്ല, പെണ്ണുപിടിയനല്ല, ചതിച്ച് നടക്കുന്നവനല്ല, ആളുകളെ പറ്റിക്കുന്ന സാമ്പത്തിക ക്രൈസിസ് ഇത് ചെയ്യുന്ന തട്ടിപ്പ് നടത്തുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ ഒരു കേസ് നിലനിൽക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളെ സമയം മെനക്കെടുത്ത കാശ് പോവുകയല്ലേ. വക്കീലിനും കൊമസനും കൊടുത്തിട്ട് ഇങ്ങനെ കോടതിയിൽ ചെന്ന് 5 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെ നിൽക്കണ്ടേ. അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ് ഇവിടെ. എന്നിട്ട് പറയുന്നത് പരാതികൾ പരിഹരിക്കാൻ സംവിധാനം വേണമെന്ന്. ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്, ഭരണകർത്താക്കളുണ്ട്, പത്രങ്ങൾ. ഇവിടുത്തെ ഏതെങ്കിലും പത്രങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി എഴുതുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്തല്ലേ എഴുതൂ. ഇവിടുത്തെ യൂട്യൂബർമാർ എന്താ ചെയ്യുക? ദിനേശൻ ഒരു പെണ്ണുപിടിയൻ, ദിനേശൻ ഒരു തെമ്മാടി, കള്ളൻ, വേറെ എന്തൊക്കെ പഴയ സിനിമാ നടിയായ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്നവനാണ്. എന്തൊക്കെയാണ് എന്നെ പറ്റി പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കാനാണ് ഇവരെല്ലാം ഉള്ളത്. ഇവരെല്ലാവരും കൂടെ പരിരക്ഷ നൽകി ഈ ചാനലുകളും എല്ലാം കൂടെ പരിരക്ഷ നൽകിയാണ് സ്ത്രീകളെ വഴിതെറ്റിക്കുന്നതെന്ന് ഞാൻ പറയും. വനിതകളായ സാങ്കേതിക പ്രവർത്തകർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണം. എന്താ ഇപ്പോഴില്ലേ? കഴിവുള്ളവർക്കാണെങ്കിൽ ഉണ്ടാവുന്നേ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം അഞ്ജലി മേനോൻ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്, ഉസ്താദ് ഹോട്ടൽ എഴുതിയ. അവരുടെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി മലയാള സിനിമയിൽ എത്ര പേരാ അവരെ സമീപിച്ചേ. കഴിവുണ്ടെങ്കിലേ രക്ഷപ്പെടുള്ളൂ, അല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. സിനിമ കോസ്റ്റ്യൂമേഴ്സ് ഉണ്ടല്ലോ, വസ്ത്രാലങ്കാരം. ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വസ്ത്രാലങ്കാരകർ ആരാണ്? സ്ത്രീകളാണ്. ഇതെന്താണ് മനസ്സിലാവില്ല എനിക്ക്. അതിൽ ഇപ്പോൾ പുഴു എന്ന് പറഞ്ഞൊരു പടം ചെയ്തില്ലേ മമ്മൂട്ടി വെച്ചിട്ട്, രതീന നല്ല പേരല്ലേ പുഴുവിലൂടെ നേടിയെടുത്തത്. അവരുടെ മുൻ ഭർത്താവ് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി മമ്മൂട്ടി അടക്കം ട്രാപ്പിലാക്കാനൊക്കെ നോക്കിയിട്ട് പോലും ഒരു പുല്ല് സംഭവിച്ചില്ല. നല്ല ബോൾഡായ സ്ത്രീ ആയതുകൊണ്ട്. ഞാൻ പറയുന്ന രതീനയൊന്നും സ്ത്രീയായിട്ടും കോർണർ ചെയ്യരുത്. നല്ല ചങ്കൂറ്റമുള്ള മനുഷ്യ പറ്റുള്ള ഒരു സ്ത്രീയാണ്. ഇപ്പോൾ അതാ അവർ സൗബിൻ ഷാഹിറിനെയും നവ്യ നായരെയും വെച്ച് പുതിയ പടം ചെയ്യുന്നു. പടത്തിൻ്റെ പേര് പാതിരാത്രി. ആ പാതിരാത്രി സ്ക്രീനിൽ വന്നപ്പോൾ നവ്യ നായർ ചിരിച്ച ഒരു ഷോട്ട് ഞാൻ കണ്ട് ഞാൻ അറിയാതെ ഇരുന്ന് ചിരിച്ചു. കാരണം അവർക്ക് ആ പാതിരാത്രി എന്ന് പറയുമ്പോൾ അവർ വേറെ എന്തോ ആലോചിച്ചെന്ന് തോന്നുന്നു. പോലീസ് കഥയാണ്. ഒരു കമ്മിറ്റിയുടെയും പിൻബലം അല്ലെങ്കിൽ ലിംഗ സമത്വവാദം ഇല്ലാതെയാണ് രതീന സിനിമയിൽ നിൽക്കുന്നത്. ഒരാളിൻ്റെയും സപ്പോർട്ട് വേണ്ട, ഒരു ഹേമ കമ്മിറ്റിയുടെയും സപ്പോർട്ട് വേണ്ട, ഈ ഭരിക്കുന്ന സർക്കാരിൻ്റെയും ഒരു പിന്തുണയും വേണ്ട. അവർ അന്തസ്സായിട്ട് സിനിമ ചെയ്യും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കണം. ആർക്ക്? എന്തിനൊരുക്കണം? എങ്ങനെ ഒരുക്കണം? അതുകൂടെ പറ. പ്രസവകാലത്ത് അവധി അനുവദിക്കണം. സിനിമയിലുള്ളവർക്ക് പ്രസവകാലത്ത് അവധി അനുവദിക്കണമെന്ന് മാത്രമല്ല, സഹായം നൽകാൻ ക്ഷേമ ഫണ്ട് ഉണ്ടാക്കണമെന്നാണ് ഹേമ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ കൂടിയാണല്ലോ 2 കോടി രൂപ നികുതി പണം എടുത്ത് ചിലവാക്കിയത് എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ഈ സർക്കാരിനോട് ദേഷ്യം തോന്നുന്നു. സിനിമയിൽ പ്രസവ അവധിയൊന്നും കൊടുക്കണ്ടെന്നേ. സ്വന്തം പ്രസവം ഷൂട്ട് ചെയ്യാനുള്ള ആർജവം കാണിച്ച നടിയാണ് ശ്വേതാ മേനോൻ ഇല്ലേ? എൻ്റെ പ്രസവം ഷൂട്ട് ചെയ്തോളൂ, ആ കഥയ്ക്ക് ആവശ്യമായതുകൊണ്ട് ഞാൻ പ്രസവിക്കുന്നത് ലൈവായിട്ട് ഷൂട്ട് ചെയ്തോളൂ എന്ന ചങ്കുറ്റം കാണിച്ച നടിയാണ് എന്താ പറയുക ശ്വേതാ മേനോൻ. പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോൾ അഭിനയിച്ച നടിയായിരുന്നു ഷീല. അവരെയൊക്കെ നാണം കെടുത്താനാണ് ഇത്തരം വർത്തമാനങ്ങളെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോൾ പോലും അവർ അഭിനയിച്ചു. അവർ സിനിമയെ അങ്ങനെയാണ് കണ്ടിരുന്നത്. അവിഹിത സന്തതിയെ അല്ലല്ലോ പ്രസവിക്കുന്നത്, ആണോ? ഈ പറയുന്ന എന്താ പറയുക സഹായം നൽകാൻ ക്ഷേമ ഫണ്ട് വേണമെന്ന് പറയുന്നത് അവിഹിത സന്തതികളല്ലല്ലോ പ്രസവിക്കുന്നത്. ഒരു ഭർത്താവ് കാണുമല്ലോ എന്തായാലും. അവന് ഭാര്യയുടെ പ്രസവ ചെലവ് നോക്കാൻ കഴിവില്ലെങ്കിൽ ആ വൃത്തികെട്ടവൻ ഗർഭം ഉണ്ടാക്കാൻ പോകരുത് എന്ന പക്ഷക്കാരനാണ് ഞാൻ. ക്ഷേമ ഫണ്ടുണ്ടാക്കി പ്രസവ ചെലവൊന്നും കൊടുക്കാൻ കഴിയില്ല. കാരണം ഇത് സർക്കാരിന് ജനം കൊടുക്കുന്ന ടാക്സാണ്. ആ ടാക്സ് എടുത്ത് ഏവളെങ്കിലും ഗർഭിണിയായാൽ അവർക്ക് ഫണ്ട് കൊടുക്കണമെന്നത് ഹേമയല്ല, ഇനി ദൈവം തമ്പുരാൻ പറഞ്ഞാലും കൊടുക്കരുത് എന്ന പക്ഷക്കാരനാണ് ഞാൻ. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നത് നിരോധിക്കണം എന്നാണ് ഹേമ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന അടുത്ത മൊഴി. ശബരിമല തന്ത്രിയെ വിളിച്ചു വരുത്തി പൂർണ്ണ നഗ്നയായി അയാളെ പൂർണ്ണ നഗ്നയാക്കി നിന്ന് കെട്ടിപ്പിടിച്ച് പടമെടുക്കുന്ന നാടാണ് കേരളം. നിങ്ങളെല്ലാം പേപ്പർ വായിച്ചതല്ലേ?
ഞങ്ങളുടെ മലയാളത്തിലൊരു സിനിമയിലെ കഥയാണിതെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ശബരിമല തന്ത്രിയെ പൂർണ്ണ നഗ്നനാക്കിയിട്ട് പിടിച്ചുകൊണ്ട് പോയവൾ തന്നെ അവൾ നഗ്നയായി നിന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തിട്ട് അത് വെച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സിനിമയിൽ നമ്മൾ കാണിച്ചാൽ കാണില്ല. ഇതൊരു ഇവിടുത്തെ ഒരു വലിയ ഗുണ്ടയല്ല ചെയ്തത്, ഗുണ്ടിയാണ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സേഫ് സോൺ നോക്കി ഒരു പാവം പട്ടാളക്കാരനെ കെട്ടാൻ കൂടെ കിടക്കുന്ന കാമുകന് അരിഷ്ടം എന്ന പേരിൽ എന്താ പറയുക വിഷം കൊടുത്തിട്ട് അവൻ എന്തായാലും കുടിക്കും, കാമുകനല്ലേ. കൊന്നവളുടെ കഥ നമ്മളിപ്പോൾ സിനിമയാക്കി ആരെങ്കിലും വിശ്വസിക്കുമോ? തിരുവനന്തപുരത്ത് നടന്നതല്ലേ, പാറശാലയിൽ നടന്നതല്ലേ. ഒരു മിടുക്കിയായ ഒരു പെൺകുട്ടി കാമുകനായ ചെറുപ്പക്കാരനേക്കാൾ കെട്ടാൻ വരുന്ന പട്ടാളക്കാരനാകുമ്പോൾ എൻ്റെ ജീവിതം സേഫാവും എന്ന് വിചാരിച്ചൊരു പാവ ആ ദ്രോഹി ആ പയ്യനെ അങ്ങ് വിട്ടാൽ പോരാ, നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്ന് ഞാൻ നിൻ്റെ കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞു. അതൊരു സ്വപ്നം പോലെ വിചാരിച്ചോ, ഞാൻ വേറെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പോകണ്ടേ. അതിന് പകരം അവന് വിഷം കലക്കി കൊടുക്കുമ്പോൾ കാമുകി തരുന്നല്ലേ എന്ന് പറഞ്ഞാൽ മടമട അമൃത് കുടിക്കുന്ന പോലെ അവൻ കുടിച്ചു. ഇപ്പോൾ ആ കുട്ടി അകത്ത് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള വലിയ മാർക്ക് വാങ്ങി ജയിച്ച പെൺകുട്ടിയാണ്. ആലോചിച്ചു. ഇത് നമ്മൾ സിനിമയാക്കിയാൽ ആർക്കും വിശ്വസിക്കുമോ? ഒരു പെണ്ണും അങ്ങനെ ചെയ്യില്ല എന്നല്ലേ പറയും. അതുകൊണ്ട് സിനിമയിലുള്ള എല്ലാ സ്ത്രീകളും നല്ലവരും, അല്ലെങ്കിൽ സമൂഹത്തിലെ സ്ത്രീകളെല്ലാം നല്ലവർ, സിനിമയിലുള്ള അധമന്മാരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കടം വാങ്ങിയ കാശ് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മാസ്കൊക്കെ കെട്ടി പത്രസമ്മേളനം നടത്തിച്ച് ഈ പുണ്യാളത്തി ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടതാണ്. ചലച്ചിത്രത്തിൽ സ്ത്രീകൾ അധികാരത്തിലിരിക്കുന്നതായി അവതരിപ്പിക്കണമെന്നാണ് ഹേമ കമ്മിറ്റി പറയുന്ന അടുത്ത റിപ്പോർട്ട്. അതായത് ഏത് സിനിമ എടുത്താലും അധികാരത്തിലിരിക്കുന്നത്, ഇപ്പോൾ രാഷ്ട്രീയ കഥ എടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് സ്ത്രീ തന്നെ ആയിരിക്കണം. ഒരു ഓഫീസ് കാണിക്കുകയാണെങ്കിൽ അവിടുത്തെ ചെയർപേഴ്സണോ അവിടുത്തെ MD എല്ലാം സ്ത്രീ ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അത്തരം തിരക്കഥകൾ എഴുതി ഈ കമ്മിറ്റിക്കാർ തന്നെ സിനിമ എടുക്കുന്നതാവും നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സത്യനന്ദിക്കാരൻ്റെ സമൂഹം എന്നുകൊണ്ട് പടമുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് എന്താവുന്ന സുഹാസിനി, അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടെന്ന് സ്ത്രീകളുടെ. പക്ഷേ പർട്ടിക്കുലറായിട്ട് നിങ്ങൾ എടുക്കുന്ന എല്ലാ സിനിമകളിലും സ്ത്രീകൾ അധികാരത്തിൽ ചിത്രീകരിക്കണമെന്ന് പറഞ്ഞാൽ ഇത്തിരി വിഷമമാണ് മാഡം. സ്ത്രീ കേന്ദ്രീകൃത ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ തിയേറ്ററുകൾ സൗകര്യം ഒരുക്കണമെന്നാണ് പറഞ്ഞത്. ഒരു തിയേറ്ററിന് സൗകര്യം ഒരുക്കില്ല എന്ന് ഞാൻ പറയും. കാരണം UFOയ്ക്കും ക്യൂബിനും ഒക്കെ ഒരാഴ്ചത്തേക്കുള്ള പൈസ ആരടയ്ക്കും? കറണ്ടിന് തീവട്ടി വിലയുള്ള തിയേറ്ററുകളിൽ ഒഴിഞ്ഞ കസേരകളുടെ മുന്നിൽ വെച്ച് ഇത്തരം സിനിമകൾ കാണിക്കുമോ? ഇപ്പോൾ ലെനിൻ സിനിമ KSFDCയുടെ ആണല്ലോ, കലാഭവൻ, കൈരളി, ഈ തിയേറ്ററുകളിലൊക്കെ ഈ പറഞ്ഞ നടപ്പിലാക്കുമോ നമ്മുടെ ഷാജിയൻ കരുൺ? ഒരിക്കലും നടപ്പിലാക്കില്ല എന്ന് ഞാൻ പറയും. പുരുഷത്വവും സ്ത്രീത്വവും സംബന്ധിച്ച് പുനർവ്യാഖ്യാനം വേണം എന്നാണ് പറഞ്ഞത്. എന്ത് പുനർവ്യാഖ്യാനം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ പുനർവ്യാഖ്യാനം നടത്തിക്കോ. കാരണം പുരുഷത്വമുള്ള സ്ത്രീകളും സ്ത്രീത്വമുള്ള പുരുഷന്മാരും ഈ നാട്ടിലുണ്ട്. അതാണോ നിങ്ങൾ ഈ വ്യാഖ്യാനിക്കാൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് പറയണമെന്ന് ആലോചിക്കേ. പുരുഷത്വവും സ്ത്രീത്വവും സംബന്ധിച്ച പുനർവ്യാഖ്യാനം വേണമെന്നാണ് പറയുന്നത്. ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് മതിയായ തരത്തിലുള്ള കരാർ സംവിധാനം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിനായം അതിൽ ലിംഗവ്യത്യാസം വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഭാവന അടക്കമുള്ളവരെ വെച്ച് സിനിമ ചെയ്ത ആളാണ്. ഞാൻ ഭാവനയിൽ നിന്ന് എഗ്രിമെൻ്റ് എഴുതി വാങ്ങിച്ചു, ജഗദീഷ് ശിവകുമാറിൻ്റെ നിന്ന് എഴുതി വാങ്ങിച്ചു, ലാലിൻ്റെ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ചു, എല്ലാവരും നിന്നും വാങ്ങി ഞാൻ എഗ്രിമെൻറ്റ്. എന്നിട്ടോ എൻ്റെ പടം തീർന്നപ്പോൾ എൻ്റെ 10 പൈസ ഇല്ല. ഡബ്ബിങ് വേറെ ആളാണ് ഭാവനയ്ക്ക് ചെയ്യുന്നത്, ഞാൻ വേറെ ആളെ വെച്ച് ഡബ് ചെയ്തു. തീർച്ചയായിട്ടും ഭാവനയ്ക്ക് വേണമെങ്കിൽ വിചാരിക്കാം ദിനേശ് ചേട്ടൻ എന്നെ പറ്റിക്കും, ബാക്കി പൈസ തരില്ല. പക്ഷേ നിങ്ങൾ ഡബ്ബിങ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പൂർണ്ണമായി കാശ് തരണമെന്ന് അമ്മ വഴി ഒരു ലെറ്റർ അയച്ചിരുന്നെങ്കിൽ ഞാൻ വീട്ടിലായിപ്പോനെ. പക്ഷേ ഭാവനയോ അവളുടെ അച്ഛനോ എന്നോട് ഒരു അക്ഷരം പറഞ്ഞില്ല, തന്നാൽ മതി ദിനേശ് എന്നുകൊണ്ട് അവർ പോയി. ഞാൻ പടം പൊട്ടിയ ശേഷമാണ് ഭാവനയുടെ പൈസ കൊടുത്തത്. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഭാവനയെ കാണുമ്പോൾ ചോദിച്ചു നോക്കൂ, പറഞ്ഞ പൈസയിൽ 1 രൂപ ഞാൻ കുറച്ചു വന്നു. പടം പൊളിഞ്ഞ ശേഷമാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് മതിയായ തരത്തിലുള്ള കരാർ സംവിധാനം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് കരാറൊക്കെ പേപ്പർ കിടക്കുകയുള്ളന്നേ. കോടതി പോയാൽ 10 വർഷം എടുക്കും വിധി വരെ. ആരും മെനക്കെടാൻ പോവുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കേരള സിനി എംപ്ലോയീസ് ആക്ട് നടപ്പിലാക്കണം. ആരെങ്കിലും പറഞ്ഞു നടപ്പിലാക്കരുത്, അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. വീഴ്ചകൾക്ക് പിഴ ചുമത്തണം. ആര് വീഴ്ച നടത്തുമ്പോൾ ആര് ചുമത്തണം എന്നുള്ളതുകൂടി പറയണ്ടേ. സഹസംവിധായകർക്ക് കുറഞ്ഞ കൂലി നിരാകരിക്കരുത്. അതായത് ഇതൊക്കെ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ ഹേമ കമ്മിറ്റി എഴുതി വെച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സഹസംവിധായകർക്ക് ഒരു മിനിമം കൂലിയെങ്കിലും നിരാകരിക്കരുത് എന്നാണ് പറയുന്നത്. അസിസ്റ്റൻ്റ് ഡയറക്ടർമാർക്ക് ദിവസവും ബത്ത വേണമെന്നാണ് പറയുന്നത്. ഞാനാണ് ഒരു പടം ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയും മനസ്സില്ല, ഹേമ കമ്മിറ്റിക്ക് ചെയ്യാനുള്ള ചെയ്യുമെന്ന് പറയും. ഇവിടെ 1 രൂപ പ്രതിഫലം കൊടുക്കാതെ, താമസ സൗകര്യം കൊടുക്കാതെ, ആഹാരം പോലും വേണ്ട സാർ, എന്നെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചു നടക്കാൻ 100 കണക്കിന് ചെറുപ്പക്കാരുള്ള നാട്ടിൽ
ഈ എഴുതി വച്ചിരിക്കുകയാണ്, സഹസംവിധായകർക്ക് കുറഞ്ഞ കൂലി നിരാകരിക്കരുത്, കൊടുക്കാതിരിക്കരുത് എന്നാണ്. വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കരുതെന്നാണ് ഈ കമ്മിറ്റിയിലെ ഇത്തരം കമൻറ്റുകളോട് എനിക്ക് പറയാനുള്ളത്. കേശാലങ്കാര വിദഗ്ധരെ ചീഫ് ടെക്നീഷ്യന്മാരെന്ന പദവിയിലെത്തിക്കണം. അതായത് തലമുടി കെട്ടി കൊടുക്കുന്ന, നടികൾക്ക് തലമുടി കെട്ടി കൊടുക്കുന്ന മേക്കപ്പ് മാൻ്റെ അസിസ്റ്റൻ്റാണ്. ആ സ്ത്രീകൾക്ക് ചീഫ് ടെക്നീഷ്യൻ്റെ, അതായത് പട്ടർ റഷീദിന് ചീഫ് ടെക്നീഷ്യൻ ആണെങ്കിൽ റഷീദിൻ്റെ ഹെയർ ഡ്രസ്സറും ചീഫ് ടെക്നീഷ്യൻ ആവണമെന്നാണ് അവർ പറയുന്നത്. ഞാനാണ് പട്ടർ റഷീദിൻ്റെ പോസ്റ്റിലെങ്കിൽ ഞാൻ പറയും മനസ്സില്ലാന്ന്. കാരണം ഈ സ്ത്രീകൾക്ക് പരാതിയില്ലെന്നേ, ഈ ഹെയർ ഡ്രസ്സേഴ്സിന് പരാതിയില്ല. അവരും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ്. മര്യാദയ്ക്ക് വന്ന് ജോലി ചെയ്ത് നടിമാരുടെ നാല് കുശല വർത്താനമൊക്കെ പറഞ്ഞിട്ട് തലയൊക്കെ പിടിച്ച് പിന്നി കെട്ടി ഒരു ദിവസം 3 സീൻ എടുക്കുന്ന 3 തല കെട്ടാണ് കെട്ടണവർ. നല്ല ശമ്പളമാണ് അവർക്ക്. അവരൊരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്ന നാട്ടിൽ അവരെ ചീഫ് ടെക്നീഷ്യന്മാരായി, അതായത് ചീഫ് ക്യാമറാമാൻ, ചീഫ് എഡിറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ചീഫ് കേശാലങ്കാര വിദഗ്ധ ആക്കണം, ഹെയർ ഡ്രസ്സർ എന്നാക്കണമെന്നാണ് പറയണേ. സ്ത്രീകളുടെ സിനിമയ്ക്കായി ആനുകൂല്യം നൽകാൻ ബജറ്റിൽ തുക നീക്കി വയ്ക്കണം. ഒന്നാമത് ഈ സ്ത്രീ സംവിധായിക എന്ന് പറഞ്ഞാൽ അവരെ കുറച്ച് കാണിക്കാതിരിക്കുക. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമ സംവിധാനം ചെയ്ത സ്ത്രീ ഇന്ത്യയിലാണ്, വിജയ് നിർമ്മല. അതുപോലെ ദീപ നായർ എന്ന് പറഞ്ഞ സ്ത്രീ സംവിധാനം ചെയ്ത സിനിമ ലോകം മുഴുവൻ ആളുകൾ കയ്യടിയോടെ സ്വീകരിച്ച സിനിമകളാണ്. ഫയറൊക്കെ, വാട്ടർ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഷീല, യക്ഷഗാനവും ശിഖരങ്ങളും ഒക്കെ എടുത്ത നടി ഷീല, അവർ നല്ല സംവിധായികയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? ഇവർ പറയുന്നത് സ്ത്രീകളുടെ സിനിമയ്ക്കായി ആനുകൂല്യം നൽകാൻ ബജറ്റിൽ തുക മാറ്റിവെക്കണമെന്നാണ്. ബജറ്റിൽ പിന്നെ ഇവിടെ ട്രാൻസ്പോർട്ടിൽ ശമ്പളം കൊടുക്കാൻ നിർത്തിയില്ല. പെണ്ണുങ്ങൾ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് വേണ്ടി ബജറ്റിൽ തുക മാറ്റിവെക്കണമെന്ന്. സെറ്റിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പരിഗണന നൽകണം, തുല്യ വേതനം നൽകണം എന്നാണ് അടുത്ത മണ്ടത്തരം. ചെയ്യുമോ? സിനിമ വേണ്ടാന്ന് വയ്ക്കുന്നേ. അല്ല, ഇവർ പറയുമ്പോൾ ആരെങ്കിലും ചെയ്യുമോ? യാഥാർത്ഥ്യ ബോധമില്ലാതെ സംസാരിക്കാമോ? എനിക്കറിയില്ല. ഞാട മുറിക്കാനൊക്കെ ഇപ്പോൾ ഓരോയിടത്തും പോകുന്ന ഹണി റോസ് ഉണ്ടല്ലോ, ആ ഹണി റോസിന് കിട്ടുന്ന പ്രതിഫലം പ്രേമലു എന്ന് പറഞ്ഞിപ്പോൾ കോടികളുണ്ടാക്കിയ പടത്തിൽ ആ നായകൻ പയ്യനുണ്ടല്ലോ, അവന് കിട്ടുമോ? കിട്ടില്ല. കാരണം ആളുകൾക്ക് ഹണി റോസിനാണ് ഇഷ്ടം. കാരണം ഹണി റോസ് വന്നാൽ ഒരു 10,000 പേര് കൂടും. ഈ പ്രേമലൂല പയ്യൻ വന്നാൽ അത് കൂടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹണി റോസ് പറയുന്ന ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കും. ഉദ്ഘാടനത്തിന് ചെന്നാൽ അവിടെ തുല്യത വേണമെന്ന് പുരുഷന്മാർ വാദിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. മഞ്ജു വാര്യർ വാങ്ങുന്ന പ്രതിഫലം ചെറിയ വേഷം ചെയ്യാൻ ഒരു സിനിമയിൽ വരുന്ന ഒരു കാമാക്ഷിക്ക് കിട്ടുമോ? കാമാക്ഷിക്കും മഞ്ജു വാര്യർക്ക് ഒരേ പ്രതിഫലം കൊടുക്കാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നയൻതാരയുടെ പ്രതിഫലം അവരുടെ കൂടെ അഭിനയിക്കുന്ന പല നായകന്മാരെക്കാളും മുകളിലല്ലേ? നിങ്ങളെന്താണ് ഈ യാഥാർത്ഥ്യ ബോധത്തോടെ ഇതൊക്കെ കാണാത്തതെന്നാണ് ഈ 2 കോടി രൂപ തിന്ന് മുടിച്ച ഈ കമ്മിറ്റിയോട് എനിക്ക് ചോദിക്കാനുള്ളത്. അതും വേണ്ട. ഇപ്പോൾ ടർബോ എന്ന് പറഞ്ഞ പടം വന്നല്ലോ, മമ്മൂട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ച ബിന്ദു പണിക്കരല്ലേ. മമ്മൂട്ടിക്ക് കൊടുക്കുന്ന പ്രതിഫലം ബിന്ദു പണിക്കർക്ക് കൊടുക്കണമെന്ന് ബിന്ദു പണിക്കർ പറയില്ല. കാരണം അവർ കോമൺ സെൻസ് ഉള്ളവരാണ്, അവർ പറയില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. സ്ത്രീകളോട് പ്രത്യക്ഷമായോ പരോക്ഷമായോ മോശമായ പെരുമാറ്റം ഉണ്ടാകരുത്. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ പുരുഷന്മാരോട് അങ്ങനെ ആവോ? ഇന്ത്യൻ നിയമം പറയുന്ന അങ്ങനെ അല്ലെന്നേ, തുല്യനീതിയാണ് എല്ലാത്തിനും. അവർ പറയുന്നത് സ്ത്രീകളോട് പ്രത്യക്ഷമായോ പരോക്ഷമായോ മോശമായി പെരുമാറരുതെന്നാണ്. പുരുഷനോടും പെരുമാറാൻ നോക്കില്ല, കുട്ടികളോടും പെരുമാറാൻ പറ്റില്ല. അതാണ് ഇന്ത്യൻ നിയമം. എന്തിനാ പിന്നെ നിങ്ങളിങ്ങനെ അണ്ടർലൈൻ ഇട്ട് സ്ത്രീകളുടെ മാത്രം പറയണേ? 5 വർഷത്തിന് ശേഷം സിനിമ രംഗത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലോ ഹേമ കമ്മിറ്റി വന്നത്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടൂ എന്ന് പറഞ്ഞത് കേട്ട് തീരുന്നതിന് മുമ്പേ മാതൃഭൂമിയുടെ ബിജു പങ്കജ്, അദ്ദേഹം മലയാള സിനിമയിലെ ഒരു അപ്പോസ്തലനെ പോയി കണ്ടു. അദ്ദേഹമാണെങ്കിൽ വീരശൂര പരാക്രമിയാണ്, സത്യസന്ധനും, എന്താ പറയുക, എല്ലാ കാര്യത്തിലും നല്ലവനായ ഒരു വലിയ മനുഷ്യനെ പോയി കണ്ടിട്ട് ചോദിച്ചു, നടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഹേമ കമ്മീഷനെ വച്ചത്, എങ്ങനെ കാണുന്നു ഈ തീരുമാനത്തെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഹേമ കമ്മീഷൻ, അദ്ദേഹം കമ്മിറ്റി എന്ന് പറയില്ല, കമ്മീഷൻ എന്ന് പറഞ്ഞാലേ ഒരു ഗമ്മുള്ളൂ, റിപ്പോർട്ട് കൊടുത്ത കാലം മുതൽ ഈ റിപ്പോർട്ട് പുറത്തു വിടണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. 1 കോടിയിലധികം ചിലവിട്ട് ഒരു റിപ്പോർട്ട് സർക്കാർ ഉണ്ടാക്കി. ഞാനും 4 പ്രാവശ്യം ഹേമ വിളിച്ചപ്പോൾ പോയി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് എന്നുള്ള വിട്ടു, ഭാര്യ വിളിച്ചപ്പം വന്നു എന്ന് പറയുമ്പോഴാണ് പറയുന്നത്. ഹേമ വിളിച്ചപ്പോൾ 4 പ്രാവശ്യം ഞാനും പോയി. സമയമില്ലാഞ്ഞിട്ടും ഹൈദരാബാദിൽ നിന്നും വന്നിട്ട് അർജൻറ്റാണെന്ന് പറഞ്ഞതിനാൽ വന്ന് ലാസ്റ്റ് മൊഴി കൊടുത്തു. നുണ പറയാനാണ് പോയത്. എന്നിട്ട് പറയുന്നത് അർജൻറ്റാണ്, നിങ്ങൾ വന്നില്ലെങ്കിൽ ഈ കമ്മിറ്റി ഞങ്ങളുടെ റിപ്പോർട്ട് പൂർണ്ണമാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്ന് ഞാൻ തിരുവനന്തപുരത്തു നിന്ന് മൊഴി കൊടുത്തു എന്നാണ് പറയണത്. സിനിമാക്കാരേക്കാൾ വലിയ രാഷ്ട്രീയക്കാരുടെ ജുഡീഷ്യൽ റിപ്പോർട്ടൊക്കെ വരാറുണ്ടല്ലോ,
അതുകൊണ്ട് ഇത് വരുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇത് ജുഡീഷ്യൽ റിപ്പോർട്ടല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അപ്പോൾ ആ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സിനിമയിൽ എന്തൊക്കെ നടക്കുന്നു, അതിനെന്തൊക്കെ പരിഹാരം വേണം, ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു, ഇതൊക്കെ അറിയണമെന്ന് പറഞ്ഞാൽ ഒരു 3 അംഗ കമ്മിറ്റിയാണ് വെച്ചത്. ആ കമ്മിറ്റി ഒരു 300 പേജുള്ള ഒരു ഫയൽ കൊണ്ടുവന്ന് കൊടുത്തു. അതിനപ്പുറം അത് വിടണം, ജുഡീഷ്യൽ എൻക്വയറി അല്ല ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് ഈ സിനിമ പൊങ്കവനടക്കം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. പിന്നെ ആരെയെങ്കിലും ടാർണിഷ് ചെയ്യുന്ന രീതിയിലുള്ള വ്യക്തിവിദ്വേഷം തീർക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പ്രസിദ്ധീകരിച്ചാൽ മതി. ഇദ്ദേഹം അടക്കം കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറഞ്ഞത് മലയാള സിനിമയിലെ പലരുടെയും എന്താ പറയുക വ്യക്തിഹത്യ നടത്തുന്ന മൊഴികളായിരിക്കും കൊടുത്തിരിക്കുന്നത്. കള്ളമല്ലേ ഇദ്ദേഹം വാ തുറന്നാൽ പറയൂ, സത്യസന്ധമായി എന്തെങ്കിലും പറയുമോ? പക്ഷേ മലയാളി വിചാരിച്ചു വെച്ചിരിക്കുന്ന ഇതുപോലൊരു ചങ്കൂറ്റമുള്ള ആണത്വമുള്ള ഒരു മനുഷ്യൻ, സത്യസന്ധനായ ഒരു മനുഷ്യൻ, സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നൊക്കെയല്ലേ വിചാരിക്കൂ. എന്ത് ചെയ്യാൻ, വ്യക്തിവിദ്വേഷം മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. എനിക്ക് യാതൊരു ദോഷവും പുള്ളി ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഇടപെട്ട സർക്കാരിന്, സാംസ്കാരിക വകുപ്പിന് പൂർണ്ണമായ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം റിപ്പോർട്ട് പഠിച്ചിട്ട് അതിനകത്തെ കുഴപ്പം പിടിച്ച കാര്യങ്ങൾ പഠിച്ചിട്ട് അതിൽ ഇല്ലാതാക്കാനുള്ള ശ്രമമെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പക്ഷേ അതുണ്ടായില്ല എന്നാണ് പറയുന്നത്. സർക്കാരിനുണ്ടാകത്തെന്ന് വെച്ചാൽ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയാണ് എല്ലാവരും പോയി മൊഴി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവളും കൊടുത്തിരിക്കുന്ന മൊഴിയിൽ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വ്യക്തി വിരോധം തീർക്കുന്ന രീതിയിലുള്ള മൊഴിയാണെന്ന് തോന്നിക്കാണും. എന്തോ ഒരു ആൾക്കാരുടെ മുന്നിൽ ഒരു ഷോ കാണിക്കുന്ന തരത്തിൽ ഒരു റിപ്പോർട്ട്, അത് ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടുന്നില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹം പറഞ്ഞതൊക്കെ എഴുതി വെച്ച് പരസ്യപ്പെടുത്തിയില്ലല്ലോ എന്നുള്ള കുണ്ഠിതം കൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്നത്. ആ റിപ്പോർട്ട് ഉണ്ടാക്കിയ 3 പേർ കഷ്ടപ്പെട്ടതല്ലേ, കഷ്ടപ്പെട്ടെങ്കിൽ 2 കോടി രൂപയോളം ചിലവാക്കിയാണ്, ശമ്പളവും എല്ലാം കൊടുത്തിട്ടാണ് എന്ന് ആരെങ്കിലും പറയണ്ടേ? 1 കോടിയിലധികം ചിലവായി എന്നാണ്. 1,80,00,000 രൂപ എന്തോ ചിലവായി. എന്നെ വിളിച്ചവർ ചോദിച്ചത് സിനിമകളിൽ വിലക്കുകളും സിനിമ ചെയ്യാതിരിക്കാൻ ഇല്ലാതാക്കാൻ സിനിമാ സംഘടനകൾ, സിനിമാ രംഗത്തെ വലിയ പിടിപാടുള്ളവരൊക്കെ എങ്ങനെ രഹസ്യമായി ചെയ്യുന്നത്, താങ്കൾക്ക് അനുഭവമുണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. ഞാനതൊക്കെ പറഞ്ഞിരുന്നു. 10 വർഷം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളും പറഞ്ഞു. പിന്നെ സുപ്രീം കോടതിയിൽ നിന്നും ഞാൻ നേടിയ വിധി, അതിൻ്റെ പകർപ്പ് കൊടുത്തു. കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യ അവരുടെ വിധി പകർപ്പ് ഉണ്ടായിരുന്നു, 89 പേജ്, 300 പേജിലെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അത് 5 വർഷം കേസ് നടത്തിയ റിപ്പോർട്ടായിരുന്നു. അത് വായിച്ചാൽ ജസ്റ്റിസ് ഹേമയ്ക്ക് എളുപ്പമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ വളരെ വിനയപരിസരം പറയുന്നു. ഇപ്പോൾ ഇവിടെ ഇന്നസെൻ്റ് അടക്കം സിബി മലയിലടക്കം ആരെയൊക്കെയോ ഈ കോമ്പറ്റീഷൻ കമ്മിറ്റി ശിക്ഷിച്ചു. സത്യം പറഞ്ഞാൽ കള്ളത്തെളിവുകളും കള്ളനുണകളും ചിലരെ കൊണ്ട് മണ്ടത്തരങ്ങൾ പറയിച്ചുമൊക്കെയാണ് ഈ വിധി ഉണ്ടാക്കിയതെന്നാണ് എൻ്റെ അറിവ്. കാരണം ഈ പറയുന്ന 10 വർഷവും അദ്ദേഹം സിനിമ ചെയ്യാതിരുന്നിട്ടില്ല. പക്ഷേ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ ചീത്ത വിളിച്ചിട്ട് യവന്മാർ സൂപ്പർ സ്റ്റാറുകളാണ്, മലയാള സിനിമ നിയന്ത്രിക്കുന്ന തെമ്മാടി കൂട്ടങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഡേറ്റിന് ചെല്ലുമ്പോൾ അവർ കൊടുക്കില്ല. അല്ലെങ്കിൽ അവരുടെ സംഘടനയിലുള്ള ആൾക്കാരോട് അവർ പറയും, പോകരുതേ, നമ്മളെ സിനിമാക്കാരെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന അയാളുടെ സിനിമയ്ക്ക് പോകരുതെന്ന് പറഞ്ഞു കാണും. ചിലപ്പോൾ ഫിഫ്കയുടെ തലപ്പത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ അടക്കം പറഞ്ഞു കാണും. കാരണം കൂടെ കിടക്കണമെന്നല്ലേ രാപ്പനി അറിയാൻ പറ്റും. ഒരുപാട് കാലം ഈ മഹാൻ്റെ കൂടെ നടന്ന ആളാണല്ലോ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കാണും. പക്ഷേ അദ്ദേഹം പറയുന്നത് 10 വർഷം ഞാൻ ശരിക്കും അനുഭവിച്ചെന്നാണ്. ഒരനുഭവം അനുഭവിച്ചില്ല. 10 വർഷം അദ്ദേഹം സിനിമ ചെയ്യാനൊക്കെ ചെയ്തു. ആരെയൊക്കെ പറ്റിക്കാമോ അവരെല്ലാം പറ്റിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ കലഞ്ഞൂർ ശശികുമാർ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ എൻ്റെ ചാനലിൽ പൂട്ടിച്ചത്. അയാളെ വിളിച്ച് കലഞ്ഞൂർ ശശികുമാർ ഇപ്പോൾ ഇന്നലെ മെനിങ്ങാന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കാണണം, ഞാൻ തിരുവനന്തപുരത്തുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ എന്നിട്ട്. ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ എറണാകുളത്താണ് എന്ന് പറഞ്ഞു. ഞാൻ കാണാൻ പോയില്ല. കാരണം എന്താ പറയുക, ഇനി നമ്മളെ ഈ ചാനലും കൂടെ എന്തിനെ പൂട്ടിക്കണേ. നമ്മൾ സത്യസന്ധമായി ഒരു സ്റ്റോറി ചെയ്താൽ അന്നത്തെ പിണറായി മന്ത്രിസഭയിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ CPIയിലെ ഏതോ വിവരം കെട്ട മന്ത്രിയെ കൊണ്ടാണല്ലോ സൈബർ സെല്ല് വഴി എൻ്റെ ചാനലിനെ പൂട്ടിച്ചത്. നമ്മളെന്തായാലും അതിന് ഇനിയില്ല, നമ്മൾ ജീവിച്ച് പോട്ടെ. അവർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, ഹേമ കമ്മീഷൻ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, സിനിമയിൽ അത്തരം ഒത്തിരി സംഭവങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ഡിഫറൻ്റായ നീക്കമായിരിക്കും മാഡം, ഇത് പറയണം, പുറത്ത് പറയണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു കൂട്ടം ആൾക്കാർ അവരുടെ മോണോപ്പൊളി വെച്ചിട്ട് ഹയറാക്കി വെച്ചിട്ട് ഇഷ്ടമില്ലാത്തവരുടെ സിനിമ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവൻ പടം ചെയ്യാതിരിക്കാനും അനുവദിക്കാതിരിക്കുന്നത് വളരെ മോശമായ കാര്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങളറിയണം, മാറ്റ ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു കടലാസ് സംഘടന ആകുന്നതിന് മുമ്പ് ശക്തമായ സംഘടന ആയിരിക്കുമ്പോൾ മലയാള സിനിമയെ കാൽ കീഴിൽ ചവിട്ടി മെതിച്ചുകൊണ്ടിരുന്ന മഹാനാണ് ഇപ്പോൾ പറഞ്ഞത്, എൻ്റെ 10 വർഷം എൻ്റെ സിനിമ എടുക്കാൻ സമ്മതിച്ചില്ല.
മമ്മൂട്ടിയുടെ സിനിമ ക്യാമറയുടെ മുന്നിൽ കയറുന്നത് തടഞ്ഞ മഹാനാണ് ഈ പറയണേ. അല്ലെങ്കിൽ ശ്രീനിവാസൻ്റെ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയുടെ സെറ്റിലെ കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ട് ആ കാർ കയറി പോകുന്ന ശ്രീനിവാസൻ അടക്കം അപകടത്തിൽപ്പെട്ട് ചാകണം എന്ന് വിചാരിച്ചിട്ട് സമരം നടത്തിയ മോനാണ് ഈ പറയുന്നത്. 10 വർഷമായി എന്നെ സിനിമ എടുക്കാൻ സമ്മതിച്ചില്ല. എന്നെ വമ്പൻ താരങ്ങളും, മലയാള സിനിമയിലെ വമ്പൻ താരങ്ങളും വമ്പൻ ടെക്നീഷ്യന്മാരും വമ്പൻ നിർമ്മാതാക്കളും കൂടി എന്നെ ഒതുക്കിക്കളഞ്ഞു എന്നൊക്കെ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നേ. താൻ കുറേ കാലം കാലിൽ ചവിട്ടി അമർത്തി വെച്ച മലയാള സിനിമാ രംഗം നിവർത്തികേട് കൊണ്ടാണല്ലോ ഫെഫ്ക ഉണ്ടാക്കണേ. അതുകൊണ്ടാണല്ലോ അമ്മയും ഫെഫ്കയും അല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ ഫെഫ്കയെ പിന്തുണച്ചത്. എന്നിട്ടിപ്പോൾ പറയുന്നത് അയ്യോ ഞാനൊരു സത്യവാൻ മാത്രം ഉണ്ടായിരുന്നു, എന്നെയാണ് ഇങ്ങനെ ചെയ്തു കളഞ്ഞെന്നാണ് പുള്ളി പറയുന്നത്. ഒരു കൂട്ടം ആൾക്കാർ അവർ മോണോപ്പൊളിയായിട്ട് വച്ചിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊന്നും മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. ഉണ്ടെങ്കിൽ പോലും ഇവിടെ പുതുമയാർന്ന ഒരു നിയമ സംവിധാനം ആയിരുന്നേനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയെങ്കിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ചലച്ചിത്ര അക്കാദമിക്ക് അതിൻ്റെ മധ്യസ്ഥൻ നിന്നിട്ടെന്തോ വാക്ക് കൊടുത്തു എന്നാണ്. അതായത് ഇത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചലച്ചിത്ര അക്കാദമിയെ കൊണ്ട് ചെയ്യിക്കാൻ ഹേമ കമ്മീഷൻ തീരുമാനിച്ചു അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്തു എന്നാണ് പറയുന്നത്. നമ്മുടെ അക്കാദമിയൊന്നും നിഷ്പക്ഷമായ സംഭവമല്ല എന്ന് നമ്മുടെ നേതാക്കൾ തെളിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്തല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്തല്ലല്ലോ അപ്പോഴത്തെ ചെയർമാൻ. പക്ഷേ ഈ രഞ്ജിത്ത് ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടത്തിന് അവാർഡ് കിട്ടാത്തതുകൊണ്ട് ഇദ്ദേഹം അക്കാദമി അങ്ങ് അടച്ച് ആക്ഷേപിക്കുകയാണ്. കമലായിരുന്നു അക്കാലത്ത് ചെയർമാൻ. പക്ഷേ അപ്പം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കമലും ഈ പറയുന്ന രഞ്ജിത്തും ആരും നിഷ്പക്ഷരല്ല, ആകെ നിഷ്പക്ഷനായിട്ട് ഒരാളേ ഉള്ളൂ, അത് ഈ മഹാനെന്ന് തോന്നും. അതുകൊണ്ട് എനിക്കിത് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ കൊടുത്ത വിധിയോട് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ പറഞ്ഞ നുണകളടക്കം ഞങ്ങളൊരു ടീം പോയി നുണ അവിടെ നിങ്ങൾ ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്ത ആളുകളുടെ ലിസ്റ്റ് വാങ്ങിച്ച് നോക്കും. വിവരാവകാശം വഴി കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. പക്ഷേ അവിടെ റിപ്പോർട്ട് കൊടുത്ത് അവിടെ മൊഴി കൊടുക്കാൻ പോയ കുറേ മഹാന്മാരെ പേരുകൾ എനിക്കറിയാം. എല്ലാം ഒന്നിനൊന്നും വെച്ച കള്ളക്കടത്തിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിനല്ല കള്ളക്കടത്തിന് ജയിലിൽ കിടന്നവനടക്കം എല്ലാ കള്ളന്മാരും ചെന്നാണ് മൊഴി കൊടുത്തത്. എല്ലാ കള്ളന്മാരും, അല്ലെങ്കിൽ ദിലീപിനോട് വിരോധമുള്ള എല്ലാവരും, മോഹൻലാലിന് ഡേറ്റ് കൊടുക്കാത്ത എല്ലാവരും കൊണ്ടുവന്ന് മൊഴി കൊടുത്തു. ഈ മൊഴികൾ വച്ചിട്ട് അത് പുറത്ത് വിടുന്നു എന്ന് അറിഞ്ഞപ്പം വിവരാവകാശ കമ്മീഷൻ പറയുകയാണ് അത് പുറത്തു വിടുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമൊന്നും. വെളിയിൽ വരട്ടെ, ഇതിനും വലിയ സംഭവങ്ങൾക്ക് മറുപടി പറയട്ടെ അത്തരക്കാർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സാഹചര്യം നടി ആക്രമിച്ച കേസ് വന്നപ്പോഴാണ് കമ്മീഷനെ വച്ചത്. മറ്റൊരു കാര്യം, ഇതുപോലുള്ള ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മുമ്പും പുറന്നു വന്നിട്ട് ഇത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടല്ല, ഇത് ഹേമ കമ്മിറ്റിയാണ്. 3 അംഗ കമ്മിറ്റിയെ വെച്ചാണ് ചെയ്തതെങ്കിൽ ഇനിയെങ്കിലും ഈ മാന്യദേഹം പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ സർക്കാർ റിജക്റ്റ് ചെയ്തിട്ട് വിവരാവകാശ കമ്മീഷൻ പറയേണ്ടി വന്നു ഇത് പുറത്തുവിടാൻ. എന്തിനാണ് ഈ സർക്കാർ പുറത്തുവിടാൻ ഭയക്കുന്നത്? സർക്കാരിന് എന്താണ് താല്പര്യമെന്ന് ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനോട് ചോദിക്കണം. സജി ചെറിയാൻ ഉത്തരം പറയണം എന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സജി ചെറിയാൻ ഇതിൽ റോളൊന്നുമില്ലെന്നേ. AK ബാലൻ മന്ത്രിയായിരിക്കുമാണ് കമ്മിറ്റിയെ വയ്ക്കുന്നത്. AK ബാലനുള്ളപ്പോഴാണ് ഈ ഫയൽ കൊടുക്കുന്നത്. അതിന് തുടർച്ചയായിട്ട് പുതിയ മന്ത്രിസഭയിൽ സജി ചെറിയാൻ വന്നേ ഉള്ളെന്നേ. സർക്കാർ ഭയക്കാൻ മലയാള സിനിമയിൽ ആൾ ദൈവങ്ങളോ ദിവ്യന്മാരോ ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇല്ല, ശരിയാണ്. ഒരു ദിവ്യന്മാരും ഇല്ല, ആൾ ദൈവങ്ങളും ഇല്ല, വോട്ട് ബാങ്കൊക്കെ ഉള്ളവർ ഇതിലില്ല എന്ന് അദ്ദേഹം പറയുന്നു. ശരിയാ. നിങ്ങൾക്ക് ഭയമായിരിക്കും, കാരണം നിങ്ങൾ ഡേറ്റ് ചോദിച്ച് മോഹൻലാലിൻ്റെ പിറകെ നടന്നിട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ. നിങ്ങൾക്കൊക്കെയാണെന്നേ ഭയം ഇവരെയൊക്കെ. അല്ലാതെ എനിക്കോ സർക്കാരിനോ ഒന്നും ഭയമൊന്നുമില്ല. എനിക്ക് ഡേറ്റ് ഒന്നും തരൂല്ല, ആരും ഞാൻ ചോദിക്കുകയില്ല. അപ്പോൾ ചോദിക്കാൻ ചെന്നപ്പോൾ ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ ആടിനെ പച്ചില കാണിച്ചു കൊണ്ട് നടക്കുമ്പോൾ നടക്കണോണ്ടായിരിക്കും അദ്ദേഹം വിചാരിക്കുന്നത് വലിയ ആൾ ദൈവമാണെന്നോ അല്ലെങ്കിൽ ദിവ്യന്മാരാണോ എന്നൊക്കെ തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം. എനിവേ, ഈ ഒരു തീരുമാനത്തിൽ എങ്കിലും സാംസ്കാരിക വകുപ്പ് നിഷ്പക്ഷമായൊരു നിലപാടെടുത്ത് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനകത്ത് അപ്പം ഈ ബിജു പങ്കജ് ചോദിക്കുകയാണ്, ഇതിനകത്ത് എന്തെങ്കിലും വലിയ താരങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാവുമോ പുറത്തു വിടാത്തത്? എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നില്ല? അപ്പീൽ കൊടുക്കേണ്ടി വരുന്നു. മറ്റ് ജുഡീഷ്യറി റിപ്പോർട്ടുകൾ മന്ത്രിമാരുടേതടക്കം പുറത്തു വരുന്നുണ്ട് അപ്പീൽ കൊടുക്കാതെ തന്നെ. അപ്പോൾ വാസ്തവത്തിൽ അത് വിവരക്കേടാണ് ഈ ചോദിക്കണേ. ഇത് ജുഡീഷ്യൽ റിപ്പോർട്ടല്ലല്ലോ. ഹേമ അടക്കമുള്ള 3 പേരെ വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണിത്. ഇതിന് ജുഡീഷ്യലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജുഡീഷ്യൽ റിപ്പോർട്ട് വേറെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേറെ ആണെന്ന് പോലും ഈ പത്രപ്രവർത്തകന് പോലും അറിയില്ല എന്നുള്ളതാണ്.
അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇയാളെ വായിൽ നിന്ന് എന്തെങ്കിലും വിവരക്കേട് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയായിരിക്കും കള്ളം ചോദിച്ചത്. അതറിയില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലെങ്കിൽ പിന്നെ നിങ്ങളെങ്ങനെ ഈ മലയാള സിനിമയിലെ ദിവ്യന്മാരുടെയൊക്കെ രഹസ്യ കാര്യങ്ങളൊക്കെ അതിലുണ്ടെന്ന് പറയുന്നേ? പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സിനിമയിൽ വലിയ ദിവ്യന്മാരോ ആൾ ദൈവങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് അങ്ങ് പുറത്തു വിടുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അന്തസത്ത പോലും വെളിയിൽ വിടാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സർക്കാരിന് ആത്മാർത്ഥമായ ഒരു ചിന്തയില്ല, അല്ലെങ്കിൽ സർക്കാർ എന്തൊക്കെയോ ഒളിച്ചു കളിക്കും, അഡ്ജസ്റ്റ്മെൻറ്റിനും കൂട്ടുനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ബിജു പങ്കജിനോട് ഈ മഹാൻ പറഞ്ഞത്. പിന്നെ സർക്കാരിന് ഭയങ്കര പേടിയാണ്. മമ്മൂട്ടിയെക്കുറിച്ചോ മോഹൻലാലിനെ കുറിച്ചോ ദിലീപിനെക്കുറിച്ചോ എ ഓർ ബി ആരെക്കുറിച്ചെങ്കിലും 10 പെണ്ണുങ്ങൾ പറഞ്ഞ കഥ പുറത്തു വന്നാൽ കിടുകിടാന്നും പിണറായി വിജയൻ വിറയ്ക്കും. അതുകൊണ്ടാണ് വിടാത്തത് എന്ന് വേണമെങ്കിൽ വെച്ചോ. എന്തൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരഞ്ഞാണം പാമ്പാവണ സമയം എൻ്റെ. ഈ കേരളത്തിലെ തലയെടുപ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പോലും വഴിതെറ്റിച്ച മഹാന്മാരുള്ള സിനിമാ രംഗമാണ്. ഞാൻ അയാൾ സത്യം പറഞ്ഞാൽ മരിക്കുന്നവരെ എനിക്ക് പിന്നെ പുച്ഛമായിരുന്നു ആ മനുഷ്യനോട്. കാരണം അയാളെ കൊണ്ട് ഈ വഴിതെറ്റിച്ചു. ചില്ലറ എന്തെങ്കിലും വല്ല ബോർഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി അയാളെ കൊണ്ട് നടന്ന് ജയിക്കാൻ പാടില്ലാത്ത, അയാൾ ഇതുവരെ ജീവിതത്തിൽ അനുവർത്തിച്ച എല്ലാം നശിപ്പിച്ചു കൊടുത്ത് വഴിതെറ്റിച്ച മഹാന്മാരൊക്കെ വന്ന് നിന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്ന് പറയണം പുറത്തേക്ക്, എല്ലാവരും കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ എനിക്ക് ഇവൻ്റെയൊക്കെ മുഖം കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നും. കാരണം ഇവനൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഒരു ഭരത്തപാടല്ല, അതിനപ്പുറം എന്തെങ്കിലും അവാർഡ് കിട്ടുമെങ്കിൽ അതുവരെ കിട്ടിയേനെ. സിനിമയിൽ എന്തെല്ലാം കാണിക്കാൻ പാടില്ലയോ അതെല്ലാം കാണിക്കുന്ന, ആർക്ക് കൂട്ടി കൊടുത്താലും വേണ്ടില്ല സിനിമ ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്ന, എനിക്ക് കുറേ ലക്ഷങ്ങൾ ഉണ്ടാക്കണം, എനിക്ക് സിനിമയുള്ള അവസരം കിട്ടണമെന്ന് വിചാരിക്കുന്ന കുറേ എംബോക്കികൾ ഇവനൊക്കെയാണെന്നേ ഈ സിനിമയെ നശിപ്പിക്കണേ. എന്നിട്ട് സിനിമയിലെ പാവം ചാരിത്രം നഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇവനൊക്കെ തന്നെ വാദിക്കും എന്നുള്ളതാണ്. രണ്ടുപേരെയാണ് ചെയ്യുന്നത്, കുരയ്ക്കുകയും ചെയ്യും വാലാട്ടുകയും ചെയ്യും. സിനിമയിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തെല്ലാം ഹീനകൃത്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യും. ആളുകളെ പൈസ പറ്റിക്കുക, പെണ്ണെന്ന് പറഞ്ഞ ഇതിനെ വെറും ഒരു ഭോഗവസ്തുവായി ഉപയോഗിക്കുക, എനിക്കൊരു അവസരം കിട്ടാനായിട്ട് എനിക്കൊരു 50 കോടി മുടക്കാൻ ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ അവൻ്റെ പ്രായം പോലും നോക്കാതെ അവൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് പുറത്തിറങ്ങി നിന്നിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഉദാത്തമായ സിനിമയെക്കുറിച്ചും മാനുഷിക പരിഗണനയെക്കുറിച്ചും സ്ത്രീ അബലയാണ്, അവളെ അമ്മയായി കാണണം തേങ്ങയായി കാണണം എന്നൊക്കെ പറഞ്ഞ് വാചം അടിക്കുന്നതാണെങ്കിൽ എനിക്ക് സകല പുച്ഛം തോന്നി ഇയാളോട്. യൗമാരൊക്കെയാണെന്നേ മലയാള സിനിമയെ തുലയ്ക്കണേ. എന്നിട്ട് യവനൊക്കെ തന്നെ സദാചാരവും പറയും. കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഹേമ കമ്മിറ്റി തന്നിരിക്കുന്ന റിപ്പോർട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്നതൊക്കെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൻ്റെ പേരിൽ നടപ്പിലാക്കുകയും ഒപ്പം ആ റിപ്പോർട്ട് നന്നായിട്ട് പഠിച്ചിട്ട് അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാ സംഘടനകളെയും നിങ്ങൾ കോൺക്ലേവ് വിളിക്കുന്നതല്ലേ പറഞ്ഞ് വിളിക്കൂ. അവിടെ സംസാരിച്ചിട്ട് ഒരു സിനിമയ്ക്കൊരു എന്താ പറയുക ചട്ടവട്ടങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്. പക്ഷേ കേരളത്തിലെ ക്യാരവാനുകളിൽ നടക്കുന്നത് ഞാൻ പറയണ്ടല്ലോ എന്തൊക്കെയാണ്. ലഹരി മിക്കവാറും സെറ്റുകളിൽ ലഹരിയുണ്ട്. നമ്മുടെ വമ്പന്മാരായ ചില സെറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സെറ്റുകളിലും ലഹരിയുണ്ട്. കഥാചർച്ച, കാസ്റ്റിംഗ് ചർച്ച, മറ്റേ ചർച്ച, മറിച്ച ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി 1 വർഷത്തോളം ഫ്ലാറ്റുകളിൽ നടക്കുന്ന മുഴുവൻ വ്യഭിചാരവും ലഹരി ഉപയോഗമാണെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ഈ മിനിസ്ട്രിക്ക് എന്ത് കേസെടുക്കാൻ പറ്റും? ലഹരിയെ മാത്രം പിടിക്കാനല്ലേ പറ്റൂ. കാരണം പരസ്പര സമ്മതത്തോടെ പ്രായപൂർത്തിയായവരാണെങ്കിൽ അവർക്ക് എങ്ങനെയും ജീവിക്കാമെന്ന് സുപ്രീം കോടതി തന്നെ വിധി പറഞ്ഞിരിക്കുന്ന നാട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി പിടിക്കുമ്പോൾ കിടന്നവനും കൂടെ പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും പരസ്പര സമ്മതത്തോടാണെന്ന് പറഞ്ഞാൽ പോലീസ് വീട്ടിലാവില്ലേ? ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് പോലീസ് കടന്നു എന്നല്ലേ പറയും. അങ്ങനെ നടക്കുന്ന നാടാണ് കേരളം. അവിടെ ലഹരിയായാലും ശരി പറ്റിപ്പായി. ഇപ്പം തന്നെ 2 പ്രൊഡ്യൂസർമാർ കണ്ടില്ലേ, ഒരുത്തന് 7 കോടിയും ഒരുത്തി 6 കോടിയും വാങ്ങിച്ചിട്ട് വലിപ്പിച്ചത്. ഇങ്ങനെ എന്തെല്ലാം പറ്റിപ്പാണെന്ന് പറയും സിനിമ നടക്കണം, പ്രത്യേകിച്ചും കൊച്ചിയിൽ. ഇതിനൊക്കെ ഒരു കടിഞ്ഞാണിടാൻ എന്തെങ്കിലും കഴിയുമെങ്കിൽ സംഘടനകളുമായി ആലോചിച്ചിട്ട് എല്ലാ സംഘടനകളെയും കൂടെ നിർത്തിയിട്ട് അവരോടൊക്കെ ചോദിക്കണം. എല്ലാ സംഘടനയും ഞാൻ പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ കടലാസ് സംഘടനയല്ല, ഫെഫ്കയെ പോലെ, നിർമ്മാതാക്കളുടെ സംഘടന പോലെ, അമ്മ പോലുള്ള സംഘടനകൾ, ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളെ കൂടെ നിർത്തി സാംസ്കാരിക വകുപ്പ് മന്ത്രി എത്രയും പെട്ടെന്ന് സിനിമയിലൊരു ശുദ്ധികലശം കഴിയുന്ന രീതിയിൽ, എല്ലാം നടക്കുകയൊന്നുമില്ല, കഴിയുന്ന രീതിയിൽ ഒരു ശുദ്ധികലശം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. ഒപ്പം ഈ പറഞ്ഞ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ സ്ത്രീകൾക്ക് അർഹമായ സ്ത്രീകൾക്ക് കിട്ടേണ്ട പരിഗണനയും കിട്ടട്ടെ. അതിന് തുല്യവേതനം എന്നൊക്കെ പറഞ്ഞു വന്നാൽ 7 അയലെ തടിപ്പിക്കേണ്ട ഒരു സിനിമാ നടികളും പറയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. തുല്യവേതനം വേണമെന്ന് ഈ ഹേമ കമ്മിറ്റി പറഞ്ഞ ഒരു മണ്ഡലത്തിലും അവർ പറയാൻ സാധ്യതയില്ല. കാരണം
ഇപ്പോൾ KR മീര എഴുതുന്ന ഒരു പുസ്തകത്തിന് KR മീരയ്ക്ക് കൊടുക്കുന്ന റോയൽറ്റി ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതിയാൽ കിട്ടുമോ? ഞാൻ പുരുഷനല്ലേ, എനിക്ക് കിട്ടുമോ? കിട്ടില്ല. അത് KR മീര ഉണ്ടാക്കിയെടുത്ത പേരാണെന്നേ. MT വാസുദേവൻ നായർ സാറ് അല്ലെങ്കിൽ T പത്മനാഭൻ സാർ എഴുതുന്ന ഒരു പുസ്തകത്തിന് DC ബുക്സ് കൊടുക്കുന്ന റോയൽറ്റി അല്ലെങ്കിൽ ആ നിബന്ധനകൾ എന്നെപ്പോലെ ഒരാൾ എഴുതിയാൽ കിട്ടുമോ? കിട്ടില്ല. അങ്ങനെ വേണം ഇതിനെ കാണാനെന്നേ. അങ്ങനെയാണ് കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നയൻതാരയ്ക്ക് കിട്ടുന്ന പ്രതിഫലം അവരുടെ നായകനായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർക്ക് കിട്ടാത്ത നാട്ടിൽ ഒരു കാലത്ത് വിജയശാന്തി എന്ന് പറഞ്ഞ് തെലുങ്കിലൊരു നടിയുണ്ടായിരുന്നു, ഫൈറ്റൊക്കെ ചെയ്യുന്നത്. കല്ലുകൊണ്ടൊരു പെണ്ണെന്ന് പറഞ്ഞ പടത്തിലെ നായികയായിരുന്നു. വിജയശാന്തി വാങ്ങിയിരുന്ന പ്രതിഫലം അക്കാലത്ത് ഏതെങ്കിലും ആ നായകന്, അവരെ കൂടെ അഭിനയിക്കുന്ന നായകന് കിട്ടുമായിരുന്നു. അങ്ങനെയാണ് സിനിമ. മാർക്കറ്റ് വാല്യൂ ഉള്ളവർക്ക് അവർ പറയുന്ന പൈസ കിട്ടും, പറയുന്ന ഫെസിലിറ്റീസ് കിട്ടും. മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തവന് ഒരു ചുക്കും കിട്ടില്ല. അങ്ങനെയാണ് സിനിമ. അത് ശാരദാമ്മയെങ്കിലും ജസ്റ്റിസ് ഹേമയ്ക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന 3 അംഗ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നതിലെ മണ്ടത്തരങ്ങളൊന്നും മന്ത്രി സജി ചെറിയാൻ എടുത്ത് വിളമ്പരുത് എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ മനസ്സിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വെമ്പുന്നു. പക്ഷേ കോടതി കയറി ഞാൻ മടുത്തു. എനിക്ക് മടുത്തു സത്യത്തിൽ. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഈ കള്ളനും കാവക്കാരനും വന്നിരിക്കുന്നതിൻ്റെ കൂടെ പോയി നിൽക്കണ്ടേ? കുറേ പൈസ എല്ലാം പോകില്ലേ? എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.